പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. നമ്മുടെ 16ാമത്തെ ക്ലാസ്സിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി കാലം പ്രിസൈഡ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഡോൺ മോനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പാസ്റ്റർ യെശയ്യ ശുശ്രൂഷയ്ക്കായി കടന്നു പോയിരിക്കുന്നതിനാൽ പ്രിയപ്പെട്ട മകൻ അത് ഏറ്റെടുത്ത് നടത്തുവാൻ ദൈവം കൊടുത്ത കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം പ്രിയപ്പെട്ട പൈതലിനെ അനുഗ്രഹിക്കട്ടെ. ഇന്ന് രാത്രി കാലം പാട്ട് പാടിയ ഡോക്ടർ സ്നേഹ ഡോഗയിൽ നിന്നാണ് പാടിയത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രിസാൻഷിപ്പ് ലീഡ് ചെയ്യുവാൻ തൻ്റെ ദാസിയെ കർത്താവ് ബലപ്പെടുത്തിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം തൻ്റെ ദാസിയെയും അതുപോലെ ഹസ്ബൻഡ് ഷോയെയും ദൈവം അനുഗ്രഹിക്കട്ടെ, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി കാലം ബോംബെയിൽ നിന്ന് പാസ്റ്റർ തോമസ് ഫിലിപ്പ് നമ്മുടെ മധ്യയുണ്ട്. അദ്ദേഹത്തെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. അവസാനമായി പാടാൻ പോകുന്നത് സുപ്രസിദ്ധ ഗായികയായിരിക്കുന്ന സിസ്റ്റർ ശാന്തം എബ്രഹാം അമേരിക്കയിൽ നിന്ന് പാട്ടുപാടി തുടർന്ന് പ്രാർത്ഥിച്ച് ഇന്ന് രാത്രിത്തെ ബൈബിൾ ക്ലാസ് അവസാനിപ്പിക്കും. എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ബൈബിൾ വായനയിൽ സഹായിപ്പാൻ തക്കൊണ്ടും പ്രിയപ്പെട്ട സിസ്റ്റർ റോസമ്മ ബോംബെയിൽ നിന്നുണ്ട്. അതുപോലെ എസിയ പാസ്റ്ററുടെ മകൾ ഡോക്ടർ ഏഞ്ചൽ ഉണ്ട്. അവരെല്ലാം വചനം ഇങ്ങനെ വായിക്കാൻ വളരെ ആർത്തിയോടെ ഇരിക്കുന്നു. അവരുടെ മുഖം കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷമുണ്ട്. മന്ന വീണപ്പം പെറുക്കാൻ ഇറങ്ങിയ പോലാണ് വേദിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഇസ്രായേലിന് മന്ന കൊടുത്തില്ലേ, അപ്പോൾ അത് പെറുക്കണം എന്ന് പറഞ്ഞപ്പം ചാടി പെറുക്കുന്ന ആ മുഖം കാണുമ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. തന്നെയല്ല, എനിക്ക് ഈ ട്രിവാൻഡ്രത്ത് നടക്കുന്ന ഈ പാഠശാലയിൽ നടക്കുന്ന ഈ ബൈബിൾ ക്ലാസ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആർത്തിയോടെ ഇരിക്കുന്ന ഒരു കൂട്ടത്തെ കാണുന്നത് എനിക്ക് എന്തൊരു സന്തോഷമാണെന്നറിയോ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വെളിപ്പാട് പുസ്തകത്തിൻ്റെ 16ാമത്തെ ക്ലാസ്സിലേക്കാണ് വന്നിരിക്കുന്നത്. നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ 12 ദിവ്യ വിശേഷതകളാണ് വെളിപ്പാടുകാരനാകുന്ന യോഹന്നാന് ദൈവമായ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്ത ചിന്തകൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം വായിക്കാം. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായം 12 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കാം. എന്നോട് സംസാരിച്ച നാഥ എന്തെന്ന് കാണുവാൻ ഞാൻ തിരിഞ്ഞപ്പോൾ 7 പൊൻനിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ നിലങ്കി ധരിച്ചു മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദസ്യനായവനെയും കണ്ടു. അവന്റെ തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നിജ്വാലയ്ക്ക് ഒത്തതും കാല് ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശ്യവും അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെയുമായിരുന്നു. അവന്റെ വലംകൈയിൽ 7 നക്ഷത്രമുണ്ട്. അവന്റെ വായിൽ നിന്ന് മൂർച്ചയേറിയ ഇരുവായത്തിലുള്ള വാൾ പുറപ്പെടുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെ ആയിരുന്നു. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവന്റെ കാൽക്കൽ വീണു. അവൻ വലംകൈ എന്റെ മേൽ വെച്ചു. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനും ആകുന്നു. അതെ, ഈ ഭാഗങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ 12 ദിവ്യ വിശേഷതകൾ നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. അവസാനമായി പാസ്റ്റർ തോമസ് ഫിലിപ്പ് പ്രാർത്ഥിച്ച് ബോംബെയിൽ നിന്ന് പ്രാർത്ഥിച്ച ആശീർവാദം പറയത്തക്ക നിലയിൽ പ്രിയപ്പെട്ട ഡോൺ മോൻ അറേഞ്ച് ചെയ്യണം കേട്ടോ. പാസ്റ്റർ തോമസ് ഫിലിപ്പ് ഒരു സീനിയർ പാസ്റ്ററാണ്, അസംബ്ലീസ് ഒക്കെ ഒരു സീനിയർ പാസ്റ്റർ. ദൈവം സഹായിക്കട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചത് 3 വിഷയങ്ങൾ കർത്താവിൻ്റെ ദിവ്യ വിശേഷതകളെ പറ്റി പഠിച്ചു. 1 യേശു ക്രിസ്തുവിൻ്റെ നിലയങ്കി, 2 മാറത്ത് പൊൻകറ്റ്, 3 തലയും തലമുടിയും വെളുത്ത പഞ്ഞ് പോലെ ഹിമത്തോളം വെളുത്തത്. ഈ 3 വിഷയങ്ങളാണ് നമ്മൾ കഴിഞ്ഞ 2 ആഴ്ചകൾ കൊണ്ട് പഠിപ്പാൻ തക്കണം ഇടയായിത്തീർന്നത്. പത്മോസിൽ കിടക്കുന്ന യോഹന്നാൻ ഏകനായി അവിടെ കിടക്കുമ്പോൾ കർത്താവായ യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് തന്നോട് സംസാരിക്കുന്ന ഭാഗമാണ്. കർത്തൃ ദിവസത്തിൽ ഞാൻ ആത്മാവിലായി. ചോദ്യം ചോദിക്കാൻ പോവാണ്. ഏഞ്ചൽ മോള് പറയണം, എത്ര പ്രാവശ്യം ആത്മാവിലായെന്ന് അറിയാം മോളെ? പ്രൊഫസർ റോസമ്മയ്ക്ക് അറിയാമോ? പരീക്ഷയ്ക്ക് വരും. പ്രൊഫസർ ആരാ പറയാണ്ട് പറയാം. ആര് പറയും? എത്ര പ്രാവശ്യം യോഹന്നാൻ ആത്മാവിലായി? 4 പ്രാവശ്യം. 4 പ്രാവശ്യം. പ്രൊഫസർ സാമീഷം വരുന്നുണ്ട്. എല്ലാവരും പിടിക്കപ്പെടാൻ പോവുകയാണ്. അന്നേരമാണ് നമ്മൾ ഇതെല്ലാം അറിയാൻ പോകുന്നത്. അവാർഡും കൊണ്ട് ആൾക്കാർ പോയി കഴിയുമ്പോൾ എൻ്റെ ദൈവമേ എനിക്കത് അന്ന് ഒത്തില്ലല്ലോ എന്ന് ചിന്തിച്ചൊക്കെ അറിയാനിട വരരുത് കേട്ടോ. ഞങ്ങൾക്കും തുറക്കണേ എന്ന് പറഞ്ഞ് നിലവിളിച്ച പോലെ അറിയാനിട വരരുത്. വളരെ ഗൗരവമായിട്ടാണ് നമ്മളിത് ചിന്തിക്കുന്നത്. താമസിയാതെ 1, 2, 3 അധ്യായം കഴിയുമ്പോൾ 15 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിലൊരു ചോദ്യമാണ് യേശു ക്രിസ്തുവിൻ്റെ 12 ദിവ്യവിശേഷതകളും എത്ര പ്രാവശ്യം ആത്മാവിലായെന്നും വെളിപ്പാട് പുസ്തകം എത്ര ഭാഗമായി തിരിച്ചെന്നും പറയുന്നു.
വെളിപ്പാട് പുസ്തകം എത്ര ഭാഗമായി തിരിച്ചിരിക്കുന്നു ഏഞ്ചൽ മോൾ? 3 ഭാഗമായിട്ടാണ്. എന്താ കുഞ്ഞ കറക്റ്റ് ഉത്തരം പറഞ്ഞ 3 ഭാഗമായിട്ട്. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, ഇനിമേൽ സംഭവിപ്പായിരിക്കുന്നത്. നീ കണ്ടതാണ് 1-ാം അധ്യായം 11 മുതൽ. ഇപ്പോൾ ഉള്ളതാണ് 2, 3 അധ്യായങ്ങൾ. ഇനിമേൽ സംഭവിപ്പാനിരിക്കുന്നതാണ് 4 മുതൽ 22 വരെയുള്ള അധ്യായങ്ങൾ. ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഞാൻ ആവർത്തിച്ച് പറയുന്നത് നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കൊന്ന് അറിയട്ടെ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ആൻഡ്രൂസ് പാസ്റ്റർ ഒരു സാധാരണ ഒരാളിനെ പോലല്ല, ഭയങ്കര സ്ട്രിക്റ്റാന്ന് അത് മനസ്സിലാക്കാൻ. അതുപോലെ നമ്മുടെ ഡോൺ മോൻ ഉണ്ടല്ലോ, ഭയങ്കര സ്ട്രിക്റ്റാ. എല്ലാവരും വീഡിയോ തുറക്കാൻ പറഞ്ഞാൽ തുറന്നണം. ആ നെല്ലാണ് മോനെ കാര്യങ്ങൾ ആധികാരികമായിട്ട് സംസാരിക്കുന്നത്. ബൈബിൾ വായിക്കുന്ന പ്രിയപ്പെട്ടവരും അതുപോലെ തന്നെയാണ്. അപ്പം എത്ര ഭാഗമായി തിരിച്ചിരിക്കുന്നു? 3. നമുക്ക് ഒന്നിച്ച് പോകാനേ, നമുക്ക് ഉറങ്ങുമൊന്നും വേണ്ട, ആരും ഉറങ്ങണ്ട, എല്ലാവരും ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് 3 ഭാഗമായി നാളിലിരിക്കുന്നത് അത് പിന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തിരിച്ചിരിക്കുകയാണ് 3 ഭാഗമായി. നീ കണ്ടത് ഏത് വാക്യാന്നറിയാവോ? 1-ാം അധ്യായം 19-ാം വാക്യം. നീ കണ്ടത്, ഇപ്പോൾ ഉള്ളത്, ഇനിമേൽ സംഭവിപ്പായിരിക്കുന്നത്. നീ കണ്ടതാണ് 1-ാം അധ്യായം 11 മുതലുള്ള വാക്യങ്ങൾ. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി. എഫെസോസ്, സ്മുർന, പെർഗമോസ്, തുയത്തീര, സർദീസ്, ഫിലദെൽഫിയ, ലവോദിക്ക എന്നീ 7 സഭകൾക്കായിക്കായെന്ന് കാഹളനാദത്തിനൊത്ത ഒരു ശബ്ദം എൻ്റെ പുറകിൽ കേട്ടു. ഈ 7 സഭകൾ എവിടെ ഉള്ളതാണ്? ഇപ്പോഴത്തെ തുർക്കി രാജ്യത്തുള്ളതാണ്. തുർക്കിയിൽ. ആ തുർക്കിയിൽ ഇപ്പോഴും ആ സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. പലരും പോയി, ഈയിടെയും പോയി. ഇവിടുന്ന് ഡാർസിൽ നിന്ന് പാസ്റ്റർ സതീഷ് പാസ്റ്ററും ഒരു വലിയ സംഘം കൂടെ പോയി ആ സ്ഥലങ്ങളിലെല്ലാം പോയി കണ്ട് അവിടെ നിന്ന് പ്രസംഗിക്കുകയൊക്കെ ചെയ്തു. അവർ ആ റിപ്പോർട്ട് എൻ്റെ എനിക്ക് വന്ന് പറയുകയുണ്ടായി. ഇന്നും ആ സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. ആ പള്ളിയൊക്കെ അന്നുണ്ടായിരുന്ന പള്ളിയൊക്കെ ഇടിഞ്ഞു കിടക്കുകയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ ആരാധന ഇന്നും നടക്കുന്നുണ്ട്. അപ്പൊ ഈ 7 സഭകൾ 4 പ്രാവശ്യം യോഹന്നാൻ ആത്മാവിലായി. ഇത് എഴുതാൻ വേണ്ടി 4 പ്രാവശ്യം ആത്മാവിലായി. അത് 1-ാം പ്രാവശ്യം ആത്മാവിലായപ്പോൾ യേശു ക്രിസ്തുവിനെ കണ്ടു, എഴുതി. 2-ാം പ്രാവശ്യം ആത്മാവിലായപ്പോൾ സഭായുഗം മൊത്തം കണ്ടു. ഏതാ? പെന്തക്കോസ്ത് നാളിൽ സഭ ആരംഭിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വരവരെയുള്ള സഭായുഗം മൊത്തം ഇപ്പൊ കൃപായുഗമാണ്. ഈ കൃപായുഗം മൊത്തം കണ്ടു. അതാണ് 7 സഭകൾ. ആ കൃപായുഗത്തിലെ 7 കാലഘട്ടങ്ങളെയാണ്, 7 പീരീഡുകളെയാണ് ഈ 7 സഭകൾ കാണിക്കുന്നത്. എഫെസോസ് എന്ന് പറഞ്ഞ പീരീഡ്, സ്മുർന എന്ന് പറഞ്ഞ പീരീഡ്, പെർഗമോസ് എന്ന് പറഞ്ഞ പീരീഡ്, അതൊക്കെ നമ്മൾ ആ ഭാഗങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ കാലക്കണക്കനുസരിച്ച് ഞാൻ നിങ്ങളെ വ്യക്തമാക്കുന്നതായിരിക്കും. 2-ാം പ്രാവശ്യം ആത്മാവിൽ 1-ാം പ്രാവശ്യം ആത്മാവിലായപ്പോൾ 1-ാം അധ്യായം 11 എന്നുള്ള വാക്യങ്ങൾ. 2-ാം പ്രാവശ്യം ആത്മാവിലായപ്പോൾ കൃപായുഗം മൊത്തം താൻ ദർശിച്ചു. 3-ാം പ്രാവശ്യം ആത്മാവിലായത് വെളിപ്പാട് പുസ്തകം 4:2. ഇവിടെ കയറി വരുവീൻ എന്നുള്ള ശബ്ദം കേട്ടപ്പോൾ ഉടനെ ഞാൻ ആത്മവിവശനായി സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു. സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതാണ്. സഭ സ്വർഗത്തിൽ എടുക്കപ്പെടുമ്പോൾ നമ്മൾ ആത്മാവിലാണ് എടുക്കപ്പെടുന്നത്. യോഹന്നാൻ അത് കണ്ടപ്പോൾ ആത്മവിവശനായി, ആത്മാവിലായി. നോക്കണമേ, യോഹന്നാൻ ഇത് കാണിക്കുകയാണ്. അപ്പം സഭ സ്വർഗത്തിരിക്കുന്നു. 24 മൂപ്പന്മാര്, അത് കർത്താവായ യേശു ക്രിസ്തു അതിന്റെ നടുവില് ഇരിക്കുന്നു. ആ 24 മൂപ്പന്മാരുടെ 24 സിംഹാസനങ്ങളിൽ ഇരിക്കുന്നവരാണ് സഭ. അത് 24 കൊണ്ട് രൂപകാലങ്കാരത്തിൽ വിശേഷിപ്പിച്ചിരിക്കുകയാണ്. 12 ഗോത്രങ്ങളും 12 അപ്പോസ്തലന്മാരും. പഴയ നിയമ പുതിയ നിയമ വിശുദ്ധന്മാരും കൂടെ ഉൾപ്പെട്ട ഒരു ഗണമാണ് നമുക്ക് അവിടെ സ്വർഗത്തിൽ കാണുവാൻ തക്കണം കഴിയുന്നത്. 4-ാം പ്രാവശ്യം ആത്മാവിലായത്, 1-ാം പ്രാവശ്യം ആത്മാവിലായത് 1:10. 2-ാം പ്രാവശ്യം ആത്മാവിലായത് എവിടാ? അയ്യോ, തെറ്റിപ്പോയി. 1:10. 2-ാം പ്രാവശ്യം ആത്മാവിലായത് വെളിപ്പാട് 4:2. 3-ാം പ്രാവശ്യം ആത്മാവിലായത് വെളിപ്പാട് 17:3. 4-ാം പ്രാവശ്യം ആത്മാവിലായത് വെളിപ്പാട് 22:10. 3-ാം പ്രാവശ്യം ആത്മാവിലായപ്പം അന്തിക്രിസ്തുവിന്റെ മണവാട്ടിയെ യോഹന്നാൻ കാണുന്നു. അന്തിക്രിസ്തുവിന്റെ ഒരു മണവാട്ടിയുണ്ട്. 4-ാം പ്രാവശ്യം ആത്മാവിലായപ്പോൾ വെളിപ്പാട് 22:9-10 വാക്യങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മണവാട്ടി അവിടെ കാണും. അവന്റെ ആത്മാവിൽ ഉയർന്ന ഒരു മലയിലേക്ക് കൊണ്ടുപോയി. ഞാൻ വളരെ ലളിതമായിട്ടല്ലേ പഠിപ്പിക്കുന്ന, കഠിന വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല. അതെങ്കിലും നമ്മുടെ തലമുറയിൽ നിന്ന് കയറാൻ ദൈവം ഇടയാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇത് ശ്രദ്ധിക്കാൻ തക്കൊന്നും പലപ്പോഴും സമ്മതിക്കത്തില്ല. ഒരു തമാശ പറയുകയാണെങ്കിൽ എല്ലാവരും ഓർത്തിരിക്കും. ഈയിടെ ഒരു
ഒരു മ്യൂസിക്കൽ നൈറ്റ് നടന്നപ്പോഴേ ആ കൊയറിന്റെ പേരൊന്നും ഞാൻ പറയത്തില്ല, നാട്ടില. അപ്പൊ അതിനകത്ത് ഒരാൾ പാടി, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി എനിക്ക്. ഒരച്ചാൻ ഒരു 10 രൂപ എടുത്തുകൊണ്ട് എഴുന്നേറ്റ് പുള്ളി അടിക്കാനിട്ട് ഓടിച്ചു. അവൻ എൻ്റെ ഭാര്യയെ നോക്കിയാ പാടിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞേ, അതൊക്കെ പറയാമെങ്കിൽ എല്ലാവരും ഓർത്തിരിക്കും. അവൻ എൻ്റെ ഭാര്യയെ നോക്കിയാൽ നീ മാത്രം ഈ കൊയറിൻ്റെ അടിക്കും മാത്രം മതി എന്ന് പറഞ്ഞു പാടിയെന്ന് പറഞ്ഞു. അച്ചാൻ പുള്ളി സ്റ്റേജിൽ നിന്ന് 10 രൂപ അടിക്കാൻ ഓടിച്ചു എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു കണ്ടില്ല, എല്ലാവരും ഓർത്തിരിക്കും. സ്വപ്നത്തിൽ കിടക്കുമ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കും. നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് കടന്നു വരാം. അപ്പം 3 ഭാഗമായി തിരിച്ചിരിക്കുന്നു. 4 പ്രാവശ്യം ആത്മാവിലായി. ഇപ്പോൾ യേശു ക്രിസ്തു യോഹന്നാനിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ 12 സ്വഭാവ വിശേഷങ്ങളിലാണ് വെളിപ്പെടുന്നത്. നീ കാണുന്നത് ഒരു പുസ്തകത്തിൽ എഴുതി ഈ 7 സഭകൾക്ക് അയക്കാം. തിരിഞ്ഞപ്പോൾ 7 നിലവിളക്കുകളെയും നിലവിളക്കുകളുടെ നടുവിൽ അതേ നിലയങ്കി ധരിച്ചുകൊണ്ട് മാറത്ത് പൊൻകച്ച കെട്ടി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു. അത് രണ്ടും നമ്മൾ ചിന്തിച്ചതാണ്. നിലയങ്കി, മാറത്ത് പൊൻകച്ച, തലയും തലമുടിയും വെളുത്ത പഞ്ഞി പോലെ. നമ്മൾ ആ 3 വിഷയങ്ങൾ വിശദമായി ചിന്തിച്ചു. 4ാമത്തെ വിഷയം അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണ്. അതാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഇന്ന് പറഞ്ഞ ഒരു 3 വിഷയങ്ങളെങ്കിലും ചിന്തിക്കാൻ തക്കണം ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണാണ്. ദൈവത്തിന് സ്തോത്രം. അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണെന്നുള്ളത് 2-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിലും പറഞ്ഞിട്ടുണ്ട്. വായിക്കാം. 2:14 വായിച്ചേ. എങ്കിലും നിന്നെ കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം 1:14 അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണെന്ന് പറയുന്നു. ഇനിയും 19-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണെന്ന് പറഞ്ഞിട്ടുണ്ട്. വായിച്ചേ. അവന്റെ കണ്ണ് 19:12 അവന്റെ കണ്ണ് അഗ്നിജ്വാല, തലയിൽ അനേകം രാജമുടികൾ, എഴുതിയിട്ടുള്ള ഒരു നാമവും അവനുണ്ട്. അത് അവനല്ല ആർക്കും അറിഞ്ഞുകൂടാ. യേശുക്രിസ്തുവിന്റെ പരസ്യമായ പ്രത്യക്ഷതയാണ് 19-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത്. യേശുക്രിസ്തുവിന്റെ വരവിന് 2 ഘട്ടങ്ങളുണ്ട്. ഒന്ന് രഹസ്യവരവും, 2 പരസ്യവരവും. രഹസ്യവരവാണ് വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. സഭ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. ഇവിടേക്ക് കയറി വരിക എന്നുള്ള ശബ്ദം കേൾക്കുമ്പോൾ കാത്തിരിക്കുന്ന നമ്മൾ സ്വർഗത്തിലേക്ക് എടുക്കണം. വെളിപ്പാട് പുസ്തകം 19-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ സഭ കർത്താവിനോടുകൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നത്. ആ കാഴ്ച എത്ര മനോഹരമാണ്. ഈ ലോകത്തെ ഭരിക്കാൻ കർത്താവ് വരികയാണ്. നമ്മൾ രാജാക്കന്മാരായി ഈ ലോകത്തെ കർത്താവിനോടുകൂടെ ഭരിക്കാൻ തക്കൊണ്ട് വാഴാൻ വരിക. ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. നമ്മൾ ഈ വെളിപ്പാട് പുസ്തകം പഠിക്കുമ്പോൾ ഞാൻ ലളിതമായിട്ട് പഠിപ്പിക്കുന്ന വിഷയം നമ്മൾ ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാൽ പോലും പറയത്തക്ക നിലയിൽ നമ്മൾ അഭ്യസനം പ്രാപിപ്പാൻ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. 4-ാം അധ്യായം 2-ാം വാക്യത്തിൽ കർത്താവ് വരുന്നു. അത് 19-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ കടന്നു വരുന്ന കർത്താവിന്റെ കണ്ണ് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളതാണെന്ന് വായിക്കും. എന്താണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കണ്ണ് ഇവിടെ അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി യോഹന്നാൻ കാണുന്നത്? ആ കണ്ണിന്റെ പ്രത്യേകത എന്താ? യേശു ക്രിസ്തുവിന്റെ കണ്ണിന്റെ പ്രത്യേകതകളെ കുറിച്ച് തിരുവചനത്തിൽ പലയിടത്തും നമുക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയുന്നുണ്ട്. കർത്താവിന്റെ ആ കണ്ണിന്റെ വിശേഷത, അതിനെപ്പറ്റി സങ്കീർത്തനക്കാരൻ എന്താ പറയുന്നത്? 138-ാം സങ്കീർത്തനം 6-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയെയോ അവൻ ദൂരത്ത് നിന്ന് അറിയുന്നു. നോക്കണമേ, 138-ാം സങ്കീർത്തനം പറയാണ്, യഹോവ ഉന്നതനെങ്കിലും താഴ്മയുള്ളവനെ കടാക്ഷിക്കുന്നു, ഗർവിയെയോ അവൻ ദൂരത്തുനിന്ന് കാണുന്നു. കർത്താവ് നമ്മളെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നു. 33-ാം സങ്കീർത്തനം 18-ാമത്തെ വാക്യം വായിച്ചേ. യഹോവയുടെ ദൃഷ്ടി തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. യഹോവയുടെ കണ്ണ് തന്റെ ഭക്തന്മാരുടെ മേലും തന്റെ ദയക്കായി പ്രത്യാശിക്കുന്നവരുടെ മേലും ഇരിക്കുന്നു. ഒരു വാക്യം കൂടെ 34-15. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. കർത്താവിന്റെ കണ്ണിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. നീതിമാന്മാര് നമ്മളെ എപ്പോഴും കർത്താവ് കണ്ടുകൊണ്ടിരിക്കുന്നു. പഴയ നിമിത്തം കർത്താവായ യേശുക്രിസ്തു തന്റെ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ എന്റെ വിലയേറിയ സമ്പത്താകും. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് പറയാ, തെരഞ്ഞെടുക്കപ്പെട്ട ജനത്തെക്കുറിച്ച് പറയാ, നിങ്ങൾ എന്റെ വിലയേറിയ സമ്പത്താണ്. നമ്മുടെ ഭവനത്തിൽ സമ്പത്തുണ്ടെന്നിരിക്കട്ടെ, കുറെ പണം ഉണ്ടെന്നിരിക്കട്ടെ, കുറെ വർഷം മുമ്പ്
കൊല്ലത്തൊരാൾക്ക് ഭാഗ്യക്കുറി ടിക്കറ്റ് അടിച്ചു. ഒരു ചായക്കടക്കാരനാണ് ഭാഗ്യക്കുറി ടിക്കറ്റ് അടിച്ചത്. നിങ്ങളൊക്കെ ചിലപ്പോൾ കേട്ട് കാണും, പക്ഷെ എൻ്റെ ചെറിയ പ്രായത്തിലാണ്. അപ്പോൾ ഈ ചായക്കടക്കാരന് ഭാഗ്യക്കുറി ടിക്കറ്റ് അടിച്ചപ്പോഴല്ലോ ഇദ്ദേഹം പട്ടിണിയാണെങ്കിൽ ആരും തിരിഞ്ഞു നോക്കാത്തവരെല്ലാം വന്ന് അദ്ദേഹത്തോട് ചോദിക്കുക, എന്നെ അറിയുമോ? ഭാഗ്യക്കുറി ടിക്കറ്റ് അടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു പരിചയമില്ലാത്തവർ വന്ന് നമ്മളന്ന് കവലയ്ക്ക് വെച്ചേണ്ടത്. ഇദ്ദേഹം ഉണ്ടല്ലോ, തനിക്ക് കിട്ടിയ സമ്പത്തുണ്ടല്ലോ, അദ്ദേഹം ദൂർത്തടിക്കുകയായിരുന്നു. തൻ്റെ കുടുംബത്തിന് പോലും കാര്യം നോക്കാതെ അദ്ദേഹം ദൂർത്തടിച്ചു. കുറെ കഴിഞ്ഞപ്പോൾ ഇതെല്ലാം അങ്ങ് തീരുമെന്ന് വിചാരിച്ചു. സമ്പത്തുള്ളപ്പം ആൾക്കാർ വന്ന് അന്വേഷിക്കും. കുറെ കഴിഞ്ഞപ്പോൾ വന്നവരും എല്ലാം പുള്ളിയായിട്ട് ഉല്ലസിച്ച് ഭാര്യയും കുഞ്ഞുങ്ങളെ ഒന്നും ശ്രദ്ധിക്കാതെ അവർക്ക് അതിന് നന്മ അനുഭവിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഇദ്ദേഹം കള്ളും കുടിച്ച് കൂട്ടുകാരുമായിട്ട് ദൂർത്തടിച്ച് അത് മൊത്തം ചെലവാക്കി. ആ കുടുംബത്തിന് ഒരു പ്രയോജനമില്ലാതെ പോയി. അവസാനം ചായക്കടയും കൊണ്ട് തന്നെ ഇപ്പോഴും ഇരിക്കുകയെന്ന് എൻ്റെ അറിവ്. അപ്പം ഞാൻ പറഞ്ഞു വന്ന താല്പര്യമേ, നമ്മുടെ വീട്ടിൽ സമ്പത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഒരു മനുഷ്യൻ എന്തായിരിക്കും അറിയാമോ? അവൻ്റെ മനസ്സ് എപ്പോഴും അവിടെ ഇരിക്കും, എപ്പോഴും മനസ്സ്. ദൈവം പറഞ്ഞ വാചകം എന്തറിയാമോ? ഞാൻ പറയുന്ന ആശയം ചെയ്യാം, നിങ്ങൾ എൻ്റെ വിലയേറിയ സമ്പത്താകും. ഇസ്രായേൽ ജന സമ്പത്താണ്. അപ്പം നമ്മൾ മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിൽ വായിക്കുന്നു, നിങ്ങളുടെ പുഴുവും തുരുമ്പും കെടുക്കാത്തതായ സ്വർഗത്തിൽ നിങ്ങൾ നിങ്ങളുടെ നിക്ഷേപങ്ങളെ സ്വരൂപിച്ചുകൊണ്ടിരിക്കും. നമ്മുടെ നിക്ഷേപം എവിടെ ഇരിക്കുന്ന അറിയാമോ? സ്വർഗത്തിലാണ്. നമുക്ക് നിക്ഷേപം ഉണ്ടെങ്കിൽ, ആ സ്വർഗത്തിൽ ഉണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ശ്രദ്ധ എപ്പോഴും നമ്മുടെ വീട്ടിലിരിക്കുന്ന നിക്ഷേപം എപ്പോഴും നമ്മളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഈ ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിക്കരുത്, നിങ്ങളുടെ നിക്ഷേപം സ്വർഗത്തിൽ സ്വരൂപിക്കുക. കർത്താവിൻ്റെ സമ്പത്താണ് നമ്മളെല്ലാവരും. തൻ്റെ സമ്പത്ത് നമ്മളായിരിക്കുമ്പോൾ കർത്താവിൻ്റെ മനസ്സ് എപ്പോഴും അവിടെ ഇരിക്കുക, നമ്മുടെ മേലിരിക്കുക. അതാ ആശയം ഞാൻ കൊണ്ടുവന്നു. നമ്മുടെ വീട്ടിൽ സമ്പത്തുണ്ടെങ്കിൽ, പണമുണ്ടെങ്കിൽ, 1,00,000 രൂപ നമ്മുടെ വീട്ടിൽ ഇരിപ്പുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ മൊത്തം അവിടെ ആയിരിക്കും. താക്കോല് നമ്മൾ മടി വെച്ചോണം നമ്മുടെ അമ്മച്ചവരടക്കം, ആരും തുറക്കാതിരിക്കാൻ നിൽക്കുന്നു. അത്രമാത്രം ആഗ്രഹത്തിലാണ് സമ്പത്തിന്മേൽ ദൃഷ്ടി വെച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചിന്തിച്ച് നോക്കി, നമ്മൾ ദൈവത്തിൻ്റെ വിലയേറിയ സമ്പത്തായിരിക്കുമ്പോൾ എപ്പോഴും കർത്താവിൻ്റെ ശ്രദ്ധ മൊത്തം നമ്മുടെ മേലായിരിക്കുന്നത്. യഹോവയുടെ ദൃഷ്ടി തൻ്റെ നീതിമാന്മാരുടെ മേലിരിക്കുന്നു. നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. നമ്മളെ കാണുന്ന ഒരു ദൈവം, നമ്മളെ ഓർക്കുന്ന ഒരു ദൈവം, നമ്മളെ സഹായിക്കുന്ന ഒരു ദൈവം. നമ്മൾ പലരും പറയും, എന്നെ ആരും കാണുന്നില്ലല്ലോ. അതേ ഹാഗാർ അബ്രഹാമിന്റെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോയപ്പോൾ അവളെ ഇറക്കി വിട്ടതാണ്. ഇസ്മായിലിനെയും അതേ ഹാഗാറിനെയും കൂടെ അബ്രഹാം ഒരു ദാക്ഷിണ്യം ഇല്ലാതെ, ഭാര്യ പറഞ്ഞത് കേട്ടത്, ദൈവം പറഞ്ഞിട്ടാ നീ അവളെ ഇറക്കി വിടുക. അബ്രഹാമിന്റെ ഭാര്യയായിട്ട് ഇരുന്നൊരു സ്ത്രീയ, ആ കുഞ്ഞിനെ ഒരു ദാക്ഷിണ്യം ഇല്ലാതെ ഇറക്കി വിടേണ്ടി വന്നു. എന്നാൽ അവൾ ഊടാടി സഞ്ചരിച്ചപ്പോൾ അതേ ഹാഗാറെ നീ എവിടെ പോകുന്നു? ദൈവത്തിന് സ്തോത്രം ചോദിച്ചു. വഴി വെച്ചു, നീ എവിടെ പോകുന്നു? അതെ, എൻ്റെ യജമാനത്തെ എന്നെ ഇറക്കി വിട്ടുകൊണ്ട് ഞാൻ ഓടിപ്പോവാ. അതെ, നീ പോയി തിരിച്ചു പോകും പ്രൈസലോ എന്ന് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞൊരു വാചകമുണ്ട്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവല്ലോ. ആ ഭാവം ചിന്തിച്ചു നോക്കി. അപ്പം നമ്മളെ കാണുന്ന ഒരു ദൈവം, നമ്മളെ ആരും കാണുന്നില്ലെന്ന് വിചാരിച്ച് ആരും ഭാരപ്പെടണ്ട. നമ്മളെ ശ്രദ്ധിക്കുന്ന, നമ്മളെ നോക്കുന്ന, നമ്മളെ പരിപാലിക്കുന്ന ഒരു പരിപാലകൻ സ്വർഗത്തിലുണ്ട്. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. നിന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നിന്റെ പരിപാലകൻ. വെളിപ്പാട് പുസ്തകം 2:23 വായിക്കാം. ഞാൻ ഉത്ഭവങ്ങളെയും ഹൃദയങ്ങളെയും ആരായുന്നവനെന്ന് സകല സഭകളും അറിയും. നിങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് ഏവർക്കും പകരം ചെയ്യും. നോക്കണമേ, ഇപ്പം കർത്താവ് സഭയുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുന്ന എന്തിനാണെന്നറിയാമോ? അതേ, നമ്മുടെ അവസ്ഥ അറിയാൻ വേണ്ടിയാണ്. നമ്മുടെ സഭയിൽ, നമ്മുടെ കൂട്ടായ്മയിൽ, ഈ പ്ലാറ്റ്ഫോമിൽ കർത്താവ് നമ്മളെല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 7 പൊൻനിലവൽക്കരുടെ നടുവിൽ കർത്താവ് ഒരു ന്യായാധിപനെ പോലെ ഇങ്ങനെ ഊടാടിക്കൊണ്ടിരിക്കുകയാണ്, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏത് അവസ്ഥയിലാണ് കർത്താവിൻ്റെ ഒരിക്കൽ കടന്നു വന്നത് എന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ലാസറിന്റെ കല്ലറയ്ക്ക് വെച്ച് ആ കണ്ണയിൽ നിങ്ങൾ നോക്കിക്കേ. ലാസറിന്റെ കല്ലറയിൽ ആ കണ്ണിന്റെ പ്രത്യേകതയാണ് പറയുന്നത്, അഗ്നിജ്വാലിക്കൊത്ത കണ്ണ്. ലാസറിന്റെ കല്ലറയ്ക്ക് വെച്ച് സഹോദരിമാർ ചെന്ന് കരഞ്ഞപ്പോൾ കർത്താവും കരഞ്ഞു. ലാസർ ദീനമായി കിടക്കുന്നു എന്നറിഞ്ഞിട്ട് കർത്താവ് തക്ക സമയത്ത് അവിടെ ചെന്നില്ല. നമ്മളെ കണ്ണിന്റെ പ്രത്യേകത ശ്രദ്ധിക്കണം. കരയുന്ന കണ്ണായിരുന്നു, കരയുന്നവരോട് കരയുന്ന കണ്ണ്. അവനെ വെച്ചത് എവിടെ? കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അത് അവർക്ക് നല്ല നിശ്ചയമാണ്. കർത്താവ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. കർത്താവ് പറഞ്ഞു അവന് ഉയർത്തെഴുന്നേൽക്കും. ഉടനെ മാർത്ത പറഞ്ഞ വാചകം എന്നറിയാമോ? ശരിയാ കർത്താവേ, ഒടുക്കത്തെ പുനരുത്ഥാന ദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കുന്ന ഞാൻ അറിയുന്നു, ഞങ്ങൾ അറിയുന്നു. മാർത്തയെ, നീ ഒന്ന് ചിന്തിക്കണം.
കർത്താവ് പറഞ്ഞ അന്നത്തെ കാര്യമല്ല, ഇന്നത്തെ കാര്യമാണ് പറയുന്നത്. ലാസറിന്റെ 2 ശവക്കല്ലറ ഇന്ന് ലോകത്തിലുണ്ട്. ഒന്ന് തന്നെ അടക്കിയ ഒരു കല്ലറ, മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞ് ഉയർപ്പിച്ചല്ലോ, അവിടെ വെച്ച് തന്നെ അടക്കിയ ഒരു കല്ലറ, 2 കല്ലറയുണ്ട്. ആ കല്ലറ, ലാസറിന്റെ കല്ലറ ഇന്നും പോയി ആൾക്കാർ കാണുന്നുണ്ട്. രണ്ടാമതൊരു കല്ലറയുണ്ട്. കാരണം മഹാപുരോഹിതന്മാര് അവനെ, യേശുവിനെ കൊല്ലാൻ അന്വേഷിച്ചതുപോലെ ലാസർ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ അത് സംഗതി എല്ലാം വഷളാകുന്ന കണ്ടപ്പോൾ നമ്മൾ തിരുവചനത്തിൽ എഴുതിയിട്ടുണ്ട്, ലാസറിനെയും കൊല്ലാൻ തക്കവണ്ണം മഹാപുരോഹിതന്മാർ ശ്രമിച്ചു. കാരണം ഇവനെയും കൊല്ലണം, കാരണം ഇവൻ ഇങ്ങനെ ജീവിച്ചിരുന്നാൽ പ്രോബ്ലമാണ്, നമ്മുടെ പ്രസ്ഥാനം തകർന്നു പോകും. അവനെയും കൊല്ലാൻ തക്കവണ്ണം മഹാപുരോഹിതന്മാർ അന്വേഷിച്ചെന്ന് സുവിശേഷങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ലാസർ മാർത്തയും മറിയയും വിളിച്ചുകൊണ്ട് വേറൊരു രാജ്യത്തേക്ക് ഓടിപ്പോയി. അവരെ 3 പേരെയും അവർ മരിച്ചു കഴിഞ്ഞപ്പോൾ, വൃദ്ധരായി കഴിഞ്ഞപ്പോൾ അവരെ അടക്കിയ കല്ലറ, ആ രാജ്യത്തിന്റെ പേര് ഞാൻ മറന്നുപോയി, അവിടെ ആ കല്ലറ ഇന്നുമുണ്ട്. ലാസറിന്റെ അങ്ങനെ 2 കല്ലറയുണ്ട്. ലാസർ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു, പിന്നെയും മരിച്ചു. ലാസറിന്റെ കല്ലറയ്ക്ക് സഹോദരിമാര്, അനാഥ കുഞ്ഞുങ്ങൾ, അവർ കിടന്ന് കരഞ്ഞപ്പോൾ യേശു കണ്ണുനീരൊഴുക്കി. യേശു കരഞ്ഞെന്ന് ക്രൈസ്തവർ, യേശു അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. എന്നാൽ ഇപ്പോൾ കർത്താവ് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? അന്നത്തെ കണ്ണുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് 7 സഭകളുടെ നടുവിൽ ഉലാവിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് നടുവിൽ കർത്താവ് നടക്കുന്നത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായിട്ടാണ് അവൻ നടക്കുന്നത്. എബ്രായ ലേഖനം 4-ാം അധ്യായം 13-ാമത്തെ വാക്യം വായിക്കാം. എബ്രായ ലേഖനം 4:13. അവന് മറഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല, സകലവും അവന് മറിഞ്ഞിരിക്കുന്ന ഒരു സൃഷ്ടിയുമില്ല. അടുത്തത്, സകലവും അവന്റെ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. ആ കണ്ണിന് നഗ്നവും മലർന്നതുമായി കിടക്കുന്നു. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. അവനുമായിട്ടാകുന്നു നമുക്ക് കാര്യമുള്ളത്. കർത്താവിന്റെ അരിക്കൽ കടന്നു ചെല്ലുമ്പോൾ നമ്മളെ അറിയുന്ന കർത്താവ്, ശോധന ചെയ്തറിയുന്ന കർത്താവ്, ഇപ്പോൾ സഭയുടെ നടുവിൽ, 7 സഭകളുടെ നടുവിൽ, സഭായുഗത്തിൽ ആരാധനയ്ക്ക് നമ്മൾ കടന്നു വരുമ്പോൾ കർത്താവ് കടന്നു വരുന്നത് അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായിട്ടാണ്. ഞാൻ നിങ്ങളൊരു കാര്യം പറയാം. അനന്യാസും സഫീറയും നിലം വിറ്റില്ലേ, അത് അവരുടെ വകയായിരുന്നു, അവരുടെ സ്വന്തം സ്ഥലമാണ് വിറ്റത്. പക്ഷെ അതിൻ്റെ അകത്ത് കാണിച്ച ഒരു അപകടം എന്ന് പറയുന്നത്, അവരച്ചായനും അമ്മാമയും കൂടെ ഒരു തീരുമാനം എടുത്തു. എല്ലാവരും സ്ഥലമൊക്കെ വിറ്റ് അപ്പസ്വന്മാരുടെ കാർക്ക് വെക്കുന്നു. അപ്പം അമ്മ എന്ന് പറഞ്ഞു, അച്ചായൻ നമുക്കൊന്ന് കൊടുത്തേക്കാം, ഇനി എന്തും വേണ്ട. ഒരു ഉപദേശവും കർത്താവ് അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ എന്തോ വിറ്റ് അപ്പസ്വന്മാരൊന്നും പറഞ്ഞിട്ടില്ല, വിറ്റ് ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അവർക്ക് ഉണർവ് കയറിയപ്പോൾ എല്ലാം വിറ്റ്. ഇപ്പം കർത്താവ് വരുന്നുള്ള ചിന്തയായിരുന്നു. അപ്പൊ ഒന്നിച്ചിരുന്ന് കഴിക്കുക. അപ്പൊ എന്ത് പ്രോബ്ലം അവിടെ ഉണ്ടായെന്നറിയാമോ? ഒന്നിച്ചിരുന്ന് കഴിക്കുക. അങ്ങനെ വന്നപ്പോൾ അനന്യാസും സഫീറയും അമ്മാമ അച്ചായനോട് പറഞ്ഞു, അച്ചായൻ ശരി പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ സ്ഥലം വിറ്റപ്പോഴുള്ള ഭയങ്കര എമൗണ്ടാണ് കിട്ടിയത്. അപ്പൊ ഇത് മുഴുവൻ ഇങ്ങനെ അപ്പസന്മാർക്ക് കൊണ്ട് കൊടുക്കുന്നത്, ഇതാണ് അവരുടെ ചിന്ത. അമ്മാമി അച്ചായനോട് ചിന്തിച്ചപ്പോൾ പറഞ്ഞു, നമുക്കൊരു നല്ല എമൗണ്ട് കൊടുക്കാം, ബാക്കി ഇവിടെ ഇരിക്കട്ടെ. അതുകൊണ്ടാണ് ചെന്നത് ഇവരുടെ തീരുമാനം. എഴുന്നേറ്റ് കൊച്ചമ്മ സാക്ഷ്യം പറഞ്ഞത്, ഞങ്ങളുടെ സ്ഥലം വിറ്റ് ഞങ്ങൾ മൊത്തം ഇവിടെ കൊണ്ടുവരാൻ പോകുന്നു സാക്ഷ്യം പറഞ്ഞത്, ഇതെല്ലാം സ്വർഗം കുറിച്ച് വെച്ചു. അതുകൊണ്ട് വന്നപ്പോൾ അന്ന് കൃപാവരം ജ്വലിച്ചില്ലായിരുന്നെങ്കിൽ, അതുകൊണ്ടാണ് ഈ കൃപാവരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിക്കണമല്ല വാഞ്ചിക്കണം. അന്ന് പത്രോസിന്റെ മേൽ കൃപാവരം ജ്വലിച്ചില്ലായിരുന്നെങ്കിൽ അന്യാസ സഭയുടെ ഏറ്റവും വലിയ സെക്രട്ടറി ആയിരുന്നു, ഏറ്റവും വലിയ ഒരു മൂപ്പനായത്. കാരണം അച്ചാനാണ് അവിടെ ഏറ്റവും കൂടുതൽ കൊടുത്തത്. കാരണം വലിയൊരു നിലയ്ക്ക് വലിയൊരു തുകയാണ് കൊണ്ട് കൊടുത്തത്. കയറി കൊണ്ട് വന്ന ഉടനെ പത്രോസ് ചോദിച്ചു, ഇത്രയ്ക്ക് വന്നാലും വിറ്റത്? ഒറ്റ ചോദ്യമാണ്. ഇത് കാണുന്നൊരു കർത്താവുണ്ട്, നമ്മുടെ സമർപ്പണം കാണുന്നൊരു കർത്താവുണ്ട്, നമ്മുടെ ചിന്തകൾ കാണുന്നൊരു കർത്താവുണ്ട്, നമ്മുടെ തീരുമാനം കാണുന്നൊരു കർത്താവുണ്ട്. ഇത്രയ്ക്ക് വന്നാലും വിറ്റത്? അനന്യാസ് പറഞ്ഞു, ഇത്രയ്ക്ക് തന്നെ. എന്നാൽ നിന്റെ തീർന്നു. ഉടൻ തന്നെ അവൻ ഒരു മരണമാണ് അവിടെ സംഭവിച്ചത്. കുറെ കഴിഞ്ഞപ്പോൾ അമ്മാമ്മ വന്നു, കൊച്ചമ്മ അമ്പ്രലാക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ വന്നു. ഇത്രയ്ക്ക് വന്നാലും വിറ്റത്? ഇത്രയ്ക്ക് തന്നെ. അയ്യോ, അപ്പൊ പത്രോസ് ചോദിച്ചു, എൻ്റെ അമ്മാമ്മ നിങ്ങൾ ഇങ്ങനെ നുണ പറയാൻ ഇങ്ങനെ ഒത്തതെന്ത്? പരിശുദ്ധാത്മാവിനോടാണ് വ്യാജം കാണിച്ചത്. നമ്മളുടെ തീരുമാനം, നമ്മൾ എന്തെങ്കിലും ചിന്തിക്കുന്നത് കാണുന്ന ഒരു കർത്താവിനെയാണ് നമ്മൾ അത് സേവിക്കുന്നത്. അഗ്നിജ്വാലയ്ക്കത്തെ കണ്ണുള്ളവനായി നമ്മുടെ കർത്താവ് നമ്മളെ ശോധന ചെയ്യുന്നു. ഉത്തമഗീതം 5:12 പ്രിയനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എന്താണ്? ഉത്തമഗീതം 5:12 അവന്റെ കണ്ണ് നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകൾക്ക് തുല്യം, അത് പാലുകൊണ്ട് കഴുകിയതും ചേർച്ചയായി പതിച്ചതുമാകുന്നു.
അവന്റെ കണ്ണുകൾ നീർത്തോടുകൾക്ക് അടുക്കെയുള്ള, അവന്റെ കണ്ണുകൾ നീർത്തോടുകളുടെ അരികത്തുള്ള പ്രാവുകളുടെ കണ്ണിന് തുല്യം. നോക്കണമേ, ആ മനസ്സലിവ് അവിടെ കാണുന്നത്. ഉത്തമയത്തിൽ പ്രിയനും പ്രിയ എന്ന് പറയുന്നത് ഉത്തമയത എൻ്റെ ഒരു പ്രസംഗ വിഷയമാണ്. പ്രിയനും പ്രിയ എന്ന് പറയുന്നത്, പ്രിയൻ കർത്താവായ യേശു ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു, മണവാളിനെ. പ്രിയ നമ്മളാണ്. അവർ തമ്മിലുള്ള ബന്ധമാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. ആ ബന്ധത്തിൽ അതേ പ്രിയനെ കുറിച്ച് പറയുന്നത്, ഇപ്പോഴും പ്രിയനെ കുറിച്ചേ വർണ്ണിക്കാനുള്ളൂ. 10,000 പേർകളിൽ പരമസുന്ദരനായ മണവാളൻ ഒരുവൻ മാത്രം. നമുക്കും വർണ്ണിക്കാനുള്ളത് നമ്മുടെ പ്രിയനെ കുറിച്ചാണ്. അവള് പറയാ, എന്റെ പ്രിയന്റെ കണ്ണ് കേട്ടോ പ്രാവിൻ കണ്ണിന് തുല്യമാണ്, മനസ്സലിവുള്ളവനാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഗിരിപ്രഭാഷണം കഴിഞ്ഞ് മലയിൽ നിന്ന് ഇറങ്ങി വന്ന ഉടനെ ഒരു കുഷ്ഠരോഗി വന്നു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് സൗഖ്യമാക്കുവാൻ കഴിയും, മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും. കർത്താവ് പറഞ്ഞു, മനസ്സുണ്ട്. ആ മനസ്സായിരുന്നു കർത്താവിന്റെ. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകാന്ന് പറഞ്ഞു. അവൻ ശുദ്ധമായി. മനസ്സലിവുള്ളവന് നമ്മുടെ പ്രയാസങ്ങളിൽ, നമ്മുടെ രോഗത്തിൽ, നമ്മുടെ വിഷമസ്ഥാനങ്ങളിൽ, നമ്മുടെ ഭൗതികമായ വിഷമങ്ങളുടെ നടുവിൽ മനസ്സലിയുന്നവനായ ഒരു കർത്താവ്. അവൻ മനസ്സലിഞ്ഞു, അവനെ തൊട്ടെന്നാ വായിക്കുന്നത്. കുഷ്ഠരോഗിയൊക്കെ ആരാ തൊടുന്നത്? തൊടാൻ എന്തൊരു ബുദ്ധിമുട്ട് നമുക്കുണ്ടാകും. ഞാൻ ചെറിയ പ്രായത്തിൽ ഞങ്ങളുടെ അടുത്തൊരു കുഷ്ഠരോഗി ഉണ്ടായിരുന്നു. അന്ന് പട്ടിണിയുടെ കാലമാണ്. സ്കൂളിൽ നിന്ന് വരുന്ന സന്ദർഭത്തിൽ പട്ടിണി കിടക്കുന്ന ഒരു കറിയാച്ചന്റെ, എൻ്റെ കൂടെ പഠിക്കുന്ന അവനെ പട്ടിണിയുടെ കാലം അന്നത്തെ കാലത്ത്. എന്തെങ്കിലും കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് ആഗ്രഹിച്ചിരിക്കുമ്പോൾ ഈ കുഷ്ഠരോഗി ഈ കറിയാച്ചനെ കാണുമ്പോൾ, ഇന്നാ കറിയാച്ച പൂമ്പഴം, അതിന് പഴമുണ്ട്, കറിയാച്ചൻ മേടിക്കത്തില്ല. എത്ര പട്ടിണി കിടന്ന് അതേ നെടുമോടോ കത്തുകാണെങ്കിലും കറിയാച്ചൻ ഈ പാണ്ടക്കൊല്ലം കണ്ടിരിക്കുന്നു. അദ്ദേഹം ഈ പാണ്ടുള്ള കൈ കൊണ്ട് അങ്ങോട്ട് കൊടുത്താൽ പുള്ളി മേടിക്കത്തില്ല. എന്ന കർത്താവോ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ തക്കോണം നിനക്ക് കഴിയും എന്ന് പറഞ്ഞു പറഞ്ഞേ കർത്താവ് അവനെ തൊട്ടു സൗഖ്യമാക്കി. കർത്താവ് 3 പേരെ ഉയർപ്പിച്ചല്ലോ. എല്ലാവരും ഒന്നും ഉയർപ്പിച്ചില്ല. കർത്താവിന്റെ മരണത്തിൽ ചിലരൊക്കെ ഉയർത്തെഴുന്നേറ്റു. ദേവാലയത്തിൽ നിന്ന് തെരശീല കീറിക്കഴിഞ്ഞപ്പോൾ കള്ളറുള്ള പണ്ടൊക്കെ എഴുന്നേറ്റ് വന്നു. പിന്നെ അവര് മരിച്ചു. യായിറോസിന്റെ മകളുടെ വീട്ടിൽ ചെന്നപ്പോഴോ അവിടുത്തെ കരച്ചിലെല്ലാം കേട്ടപ്പോൾ കർത്താവ് കരഞ്ഞില്ലേ? കർത്താവിന് സങ്കടം വന്നില്ലേ? അപ്പൊ എന്താ പറഞ്ഞത്? ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുകയാണ്. ബാലയെ എഴുന്നേൽപ്പിക്കുന്നത് നമുക്ക് അവിടെ കാണുവാൻ തക്കൊന്നും കഴിയും. അതുപോലെ ലാസറിന്റെ കല്ലറയ്ക്ക് വെച്ച് കർത്താവ് കരഞ്ഞു. നയനിലെ വിധവ ശവമഞ്ചം കൊണ്ട് ഇങ്ങനെ പോവുക, ഒറ്റ മകനേ ഉള്ളു വിധവയ്ക്ക്. ആ വിധവ കരഞ്ഞ് നിലവിളിക്കൊണ്ട് പോകുമ്പോൾ കർത്താവ് മനസ്സലിഞ്ഞു. കർത്താവ് മഞ്ചത്തെ തൊട്ടു. ആ ചെറുപ്പക്കാരനെ അവിടുന്ന് എഴുന്നേൽപ്പിച്ചു. അത്രമാത്രം മനസ്സലിവുള്ള കർത്താവ്. ഇപ്പോൾ ഏത് സഭകളുടെ നടുവിൽ നിൽക്കുമ്പോൾ ഈ സഭായുഗത്തിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കണം. സഭായുഗത്തിൽ കർത്താവ് നടക്കുമ്പോൾ എങ്ങനെ നടക്കുന്നറിയാമോ? അഗ്നിജ്വാലയ്ക്കൊത്ത കണ്ണുള്ളവനായി. അവന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ഇരുട്ടത്തുള്ളത് അവൻ വെളിച്ചത്ത് കൊണ്ടിരുന്നാണ്. നെബൂഖദ്നേസർ രാജാവിന്റെ സ്വപ്നം അറിയിക്കാൻ അതേ ദാനിയേലും ചന്ദ്രക്കും മേശക്കും അബേദ്നെഗോവും കടന്നു ചെന്നപ്പോൾ അവർ പ്രാർത്ഥിച്ചപ്പോൾ അതേ ദൈവത്തിന്റെ സന്ധിയിൽ വെച്ച് പ്രാർത്ഥിച്ചെന്നറിയാമോ? ഈ സ്വപ്നം ദാനിയേലിന് വെളിപ്പെട്ട് കിട്ടി കഴിഞ്ഞപ്പോൾ തന്റെ കൂട്ടുകാരോട് അറിയിച്ചു. നമ്മളാണെങ്കിൽ കൂട്ടുകാരൊന്നും അറിയിക്കത്തില്ല. സമ്മാനം മേടിക്കാൻ ഉടനെ നേരെ കൊട്ടാരത്തിലേക്ക് പോയെന്ന്. എന്നാൽ ഒരു സ്വാർത്ഥ ലോലുപനായിരുന്നില്ല ദാനിയേൽ. അവരാണ് ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിച്ചത്. അവരുടെ ഒന്നിച്ചുള്ള പ്രാർത്ഥനയിലാണ് ഈ രഹസ്യം വെളിപ്പെട്ടിട്ടത്. ആ സമയത്ത് ദാനിയേൽ തന്റെ കൂട്ടുകാരോട് അറിയിച്ചു. സ്വപ്നവും അത് അതിന്റെ അർത്ഥം വെളിപ്പെട്ട് കിട്ടിയെന്ന് പറഞ്ഞു. അവരൊന്നിച്ച് സ്തോത്രം ചെയ്തപ്പോൾ പറഞ്ഞ വാചകം എന്താണെന്നറിയാമോ? എങ്കിലും രഹസ്യങ്ങളെ വെളിപ്പെടുത്തുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. അവൻ അഗാധവും ഗൂഢവുമായതും വെളിപ്പെടുത്തുന്ന കർത്താവാണ്. ഇന്ന് രാത്രി കാലം സകലവും ഇരുട്ടത്ത് പോലുള്ളത് അവൻ വെളിച്ചത്ത് കൊണ്ടുവരുന്ന നമ്മുടെ കർത്താവിന്റെ അരിക്കൽ നമ്മൾ എത്ര ജാഗരൂകരായിരിക്കണം. ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ വിശുദ്ധിയോടും നിർമ്മലതയോടും എന്ന് വിചാരിച്ച് നമ്മുടെ ജീവിതത്തിൽ തെറ്റുപറ്റിയെന്നല്ല, തെറ്റുപറ്റും. ആ തെറ്റുമായിട്ടല്ല കടന്നു വരേണ്ടത്. കർത്താവിന്റെ സന്നിധിയിൽ ശുദ്ധീകരണം പ്രാപിച്ച് കടന്നു വരണം. ദാവീദ് പാപം ചെയ്തു, അവന് ഒരു കുഴപ്പമില്ല. നിങ്ങൾ നാരിച്ചു വയ്ക്കേ, കൊട്ടാരത്തിൽ അവൻ പാപം ചെയ്തു, അവൻ യുദ്ധത്തിൽ പോയി പോലുമില്ല. വീട്ടിൽ ഇരുന്നുകൊണ്ട് യുദ്ധം നിയന്ത്രിക്കുക. അന്നത്തെ കാലത്ത് രാജാക്കന്മാർ കൂടി ഒന്നിച്ച് യുദ്ധത്തിന് ഇറങ്ങുന്നത്.
പുള്ളി കൊട്ടാരത്തിരുന്നോണ്ട് സുഖിക്കുക. ദൈവം തെരഞ്ഞെടുത്ത അഭിഷേകം ചെയ്ത ഒരു അഭിഷിക്തനാ. അവൻ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുക. കുളിക്കുന്നിടത്ത് നോക്കുക, എന്നിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊല്ലിക്കുക. എന്തെല്ലാം സൂത്രങ്ങൾ ദാവീദ് കാണിച്ചെന്നറിയാമോ? അവിടെ നിങ്ങൾ ആ ഭാഗങ്ങള് ഞാൻ വായിക്കുമ്പം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഈ അഭിഷിക്തനെ എന്തെല്ലാം സൂത്രങ്ങൾ അവിടെ കാണിക്കുന്നത്. അവനെ വെളിച്ച് വരുത്തി, അതെ നീ എത്രയും വേഗം അതേ നിന്റെ ഭാര്യയുടെ അരിക്ക് അവിടെ പോയി താമസിക്കുക എന്നൊക്കെ പറഞ്ഞ് പുള്ളി പോകുന്നില്ല. കാരണം അവിടെ ഉണ്ടായ അബദ്ധം ഊരിയാവിന്റെ തലയെ കൊണ്ട് വെക്കാൻ എന്തെല്ലാം പണികൾ, എന്തെല്ലാം സൂത്രങ്ങൾ ഉപയോഗിച്ചത് എല്ലാം കർത്താവ് കണ്ടു. എല്ലാം കർത്താവ് കൊണ്ടിരിക്കുക. എന്നിട്ട് യുദ്ധം നടക്കുമ്പോൾ അതിന്റെ മുന്നേ നിർത്തി കൊല്ലിച്ചു. കർത്താവ് കണ്ടുകൊണ്ടിരിക്കുക. അഗ്നിജ്വാലിക്കത്തെ കണ്ണുള്ളവൻ. എന്നിട്ട് അവൻ മരിച്ചു കഴിഞ്ഞപ്പം ഭാര്യയോട് ബത്ശേബയോട് പറയാണ്, വാൾ അവിടെ ഇവിടെ നാശം ചെയ്യും. എന്തൊരു പരമാർത്ഥി! വാള് അവിടെ ഇവിടെ നാശം ചെയ്യും എന്നെല്ലാം പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കാൻ നോക്കുക. നാഥാം പ്രവാചകം എന്ന് പറഞ്ഞു, ആ മനുഷ്യൻ നീ തന്നെ. ദാവീദിന് വിജയം എന്താണെന്നറിയാമോ? അവൻ സമ്മതിച്ചു. അവൻ നെടുമ്പാട് വീണു, കരഞ്ഞു, നിലവിളിച്ചു, ശുദ്ധീകരണം പ്രാപിച്ചു. ദൈവത്തെ മറിച്ച് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. സംഗീതം നമ്മൾ വായിച്ചില്ലേ? യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേൽ നോക്കിക്കൊണ്ടിരിക്കുന്നു. നോക്കുന്ന ദൈവമാണ്, കാണുന്ന ദൈവമാണ്. അഗ്നിജ്വാലയ്ക്കൊത്ത കാണുന്നത്. വെളിപ്പാട് പുസ്തക സഭായുഗത്തിൽ കൂടെ കർത്താവ് ആകാനുണ്ടല്ലോ, ആകാനേ ഈ അവരുടെ ശബ്ദാർക്ക് ഇതൊന്നും എടുക്കരുതെന്നാ പറഞ്ഞത്. ഞാനീ പറയുന്ന ഉദാഹരണമൊക്കെ അതേ ആബി സുവിശേഷ വേദിയിൽ അതേ പ്രയോജനപ്പെടാൻ പോകുന്ന നമ്മുടെ ഡോണൊക്കെ ഒരു വലിയ ശുശ്രൂഷ ഡോണുണ്ട്. അപ്പൊ ഈ ഭാഗങ്ങളൊക്കെ കുറിച്ചെടുത്തോണ്ട് അത് യഹോവയുടെ ഒരു അഭിഷക്തനായി തെരഞ്ഞെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഡോൺ. അതുകൊണ്ട് നമ്മുടെ തിരുവചനത്തിൽ നിന്ന് നമ്മൾ കേൾക്കുന്നതൊക്കെ നമ്മൾ കുറിച്ചെടുത്ത് ഇപ്പോൾ ഞാൻ എൻ്റെ ചെറിയ പ്രായം 8ാമത്തെ വയസ്സ് മുതൽ എൻ്റെ കുറിപ്പ് ഇപ്പോഴും എൻ്റെ ഇരിപ്പുണ്ട്. ഞാൻ വചനം കുറിച്ചിട്ട് ഞാൻ 8ാമത്തെ വയസ്സിൽ രക്ഷിക്കപ്പെട്ടത്, 10ാമത്തെ വയസ്സ് സ്നാനപ്പെട്ടത്. അന്ന് മുതലുള്ള കുറിപ്പുകൾ എൻ്റെ ഇരിപ്പുണ്ട്. വചനത്തോട് വലിയ ആർത്തിയായി. അതെനിക്കിന്ന് ശുശ്രൂഷ കാലങ്ങളിൽ പ്രയോജനപ്പെട്ടു. ദൈവം ഏത് നിലയിൽ നമ്മൾ ഉപയോഗിക്കുന്നറിയാമോ? ഇനി കൊറോണ വന്നത് ഒരു കണക്കിന് നന്നായില്ലേ? കുറെ പേര് മരിച്ചുപോയി, അത് വേറൊരു വിഷയം. എന്നാൽ സുവിശേഷത്തെ തടയാൻ, ബാധ അടയ്ക്കാൻ ശത്രു നോക്കിയപ്പോൾ സൂമിന്റെ പ്ലാറ്റ്ഫോം കൊണ്ടു. ഇന്ന് ബോംബെ ഇരിക്കുന്ന തോമസ് പാസ്റ്റർ നമ്മുടെ മധ്യത്തിൽ വന്നിരിക്കുന്നു. അദ്ദേഹത്തെ പോയി എനിക്ക് അവിടെ വെച്ച് കാണാൻ പറ്റില്ല. അതുപോലെ പാറശാല ഇരിക്കുന്ന നമ്മുടെ ഡോൺ മോനെ ഇവിടെ നിന്നുകൊണ്ട് ഡോൺ മോന്റെ ലീഡിങ്ങും ഡോൺ മോന്റെ അതേ പ്രിസൈഡിങ്ങും, അതുപോലെ പാസ്റ്റർ മോള് ഏഞ്ചൽ എന്തോ ഒരു ഉത്സാഹത്തിലിരിക്കുന്നു. ഡ്യൂട്ടി കഴിഞ്ഞാണ് വന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മക്കളൊക്കെ ഇവിടെ കാണാൻ, അതേ നമ്മുടെ പ്രായമുള്ളൊരു അപ്പച്ചനെ ഞാൻ കാണുന്നു. ഇപ്പോൾ വാർദ്ധക്യത്തിലായിരിക്കുന്നു. ചിലരൊക്കെ വിചാരിക്കുന്നത് നമ്മൾ ഈ വാർദ്ധക്യമൊക്കെ ആകുമ്പോഴേ അവരൊക്കെ ഉള്ളതാണ് ഈ വാർദ്ധക്യം എന്നാ. നമ്മളെല്ലാം ഈ പ്രായത്തിൽ കൂടെ കടന്നു പോകാൻ പോവുക. നമ്മളെന്തെല്ലാം കാണിക്കുന്ന ആർക്കറിയാം? ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഇപ്പോഴേ നമുക്ക് തന്നിരിക്കുന്ന ഈ ആയുസിൽ നമ്മുടെ സൃഷ്ടാവിനെ അറിഞ്ഞ് കർത്താവിന് വേണ്ടി പ്രവർത്തിപ്പാൻ, ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന നല്ലൊരു കാലമാണ് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത്. അത് നമ്മൾക്ക് ഉപയോഗിക്കാം. ആകാനേ കുറെ എടുത്ത് ഒളിച്ചു വെച്ചു. തന്റെ കൂടാർത്തി കൊണ്ട് ഒളിച്ചു വെച്ചു. വലിയ എരിയോ പട്ടണത്തെ ജയിച്ചവനുണ്ടല്ലോ, യോശുവ പറയാ, ഇനി നമ്മള് കായ് പട്ടണത്തോട് യുദ്ധം ചെയ്യാൻ 2000-3000 പോയാൽ മതി, അതിന്റെ ആവശ്യമുണ്ട്. അത് ഇത്രയും വലിയ കോട്ടയാണ് തകർത്തത്. അവിടെ ചെന്നപ്പോൾ തോറ്റ് ഓടിപ്പോയി 36 പേര് മരിച്ചുപോയി. അയ്യോ, എന്തോ ഒരു പേളായിരുന്നു. എന്തോ സംഭവിച്ചെന്നറിയാൻ തക്കൊണ്ട് ചീട്ടിട്ട് ഈ ആകാനുള്ള മിണ്ടാതിരിക്കുക. പാട്ട് പാടുമ്പോഴത്തോണ്ടുള്ള ഭയങ്കര കൈയടിയ. ആരാ കണ്ടുപിടിക്കുന്നത്? അന്യഭാഷ ഉണ്ടല്ലോ, ഈ തുറന്നടിച്ചുള്ള അന്യഭാഷ, ഭയങ്കരം കൈയടി. അപ്പൊ ആകാനാ തെറ്റി എന്ന് വലുത് അറിയാമോ? പുള്ളിയുടെ കാരണം അഭിഷേകം അതുപോലെ. അവർ ചീട്ടിടാൻ തീരുമാനിച്ചു. അതേ ഇങ്ങനെ ചീട്ടിട്ട് ഒരു ഗോത്രത്തിന് വീണു, അവസാനം ഒരു കുടുംബത്തിന് വീണു, അവസാനം വ്യക്തിപരമായിട്ട് കഴിഞ്ഞപ്പോൾ ആകാന് ചീട്ട് വീണു. അതുവരെ അവൻ മിണ്ടാതിരുന്നു, കണ്ടുപിടിക്കരുതെന്ന് വിചാരിച്ചത്. അപ്പൊ യോശുവ ചോദിച്ചു, മകനെ പറയടാ, മോനെ ആ വിളിയൊക്കെ കേട്ടാണല്ലോ, സ്നേഹിതാന്നല്ലോ വിളിച്ചത്, മോനെ പറമോനെ നീ എന്താ ചെയ്തത്? അവൻ അപ്പോഴാ സമ്മതിക്കുന്നത്. ഞാൻ 2 മേൽക്കെട്ടി പൊൻകെട്ടി എല്ലായിടത്തും എൻ്റെ കൂടാർത്തി വിളിച്ചു വെച്ചു. പിന്നെ അവിടെ മോനെന്നുള്ള വിളിയാക്ക് മാറി കണ്ടോ? അവനെ പിടിച്ച് ആഗോർ താഴ്വരെ കൊണ്ട് കല്ലെറിഞ്ഞു കൊന്നു കളഞ്ഞു. നമ്മളെ കാണുന്ന ഒരു ദൈവത്തിന്റെ പൈതലെ 139 സങ്കീർത്തനം ദാവീദ് തന്നെ എഴുതിയാണ്. ഞാൻ ഇരിക്കുന്നതും ഞാൻ എഴുന്നേൽക്കുന്നതും നീ അറിയുന്നു. യഹോവ സകല ശോധനയത് അറിയുന്നു. ഞാൻ നിരൂപണമൊക്കെ ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്നു. ഈ സക്കായി ഓടിപ്പോന്നൊക്കെ കർത്താവ് കണ്ടതാണ്. സക്കായിയെ ഓടിപ്പോന്നൊക്കെ കർത്താവ് കണ്ടോണ്ടിരിക്കുക. വേറൊരു സ്ഥലത്തൂടായിരുന്നു കർത്താവിന് പോകേണ്ടത്.
അപ്പൊ സക്കായിക്ക് യേശുവിനെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. മരത്തിന്റെ മുകളിൽ കയറിയിരിക്കുക, മരത്തിന്റെ മുകളിൽ കയറുന്ന കുറിയവൻ കയറിയിരിക്കുക, ആരും കാണുന്നില്ല, ഒളിച്ചിരിക്കുക. ആ മരത്തിന് ചുവട്ടിലൊരു കർത്താവ് വന്നു. അപ്പൊ കണ്ട് സന്തോഷം കണ്ടപ്പോഴാ ഒറ്റ തലമൊക്കെ സക്കായിയെ ഒരു വിളി. പേര് പോലും അറിയാവുന്ന കർത്താവ്, വേഗമിറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. കർത്താവിന് കരം കൊടുക്കാനും ശിഷ്യന്മാർക്ക് കരം കൊടുക്കാനും നിവൃത്തിയില്ലായിരുന്നു. അപ്പോ ശിഷ്യന്മാർ പറഞ്ഞു, നിങ്ങൾ ചൂണ്ട എടുത്തോണ്ട് പോകാൻ പറഞ്ഞു. ചൂണ്ട എടുത്തോണ്ട് പോയി കടലിൽ പോയി ചൂണ്ടയിടാൻ. അതേ അവിടെ ഒരു ചതുർദ്രഹ്മപ്പണം, ഒരു മത്സ്യത്തിന്റെ ആദ്യം കിട്ടുന്ന മത്സ്യത്തെ നിങ്ങൾ അതിനെ മുറിച്ചു നോക്കുമ്പോൾ അതിന്റെ അകത്തൊരു ചതുർദ്രഹ്മപ്പണം കാണും. എനിക്കും നിങ്ങൾക്കും വേണ്ടി കൊണ്ട് കരം കൊടുക്കുകയും നോക്കണമേ, അഗ്നിജ്വാലിക്കത്തെ കണ്ണുള്ളവൻ മഹാസമുദ്രത്തിന്റെ അടിയിൽ കൂടി പോകുന്ന ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്ന ചതുർദ്രഹ്മപ്പണം കണ്ടുപിടിച്ച കർത്താവ്. മക്കളും ചിന്തിച്ചു നോക്കിയേ, മഹാസമുദ്രത്തിന്റെ അടിയിൽ കൂടി പോകുന്ന അനേക മത്സ്യങ്ങളുണ്ട്. ആ ഒരു മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കുന്ന ചതുർദ്രഹ്മപ്പണം കണ്ടുപിടിപ്പാൻ കഴിവുള്ള കർത്താവിന്റെ കണ്ണിന്റെ ശക്തി എത്ര വലുതാണ്. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്, ഞാൻ നിങ്ങളെ പേടിപ്പിക്കാൻ പറയുന്നല്ല, ആരാധന കടന്നു വരുമ്പോൾ, ദൈവസന്നിധി കടന്നു വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിലൂടെ തകരാറിലേക്ക് പോകാൻ നോക്കുമ്പോൾ എന്നെ കാണുന്നവനോടുണ്ട് എന്നുള്ള ചിന്ത ഉണ്ടായി. ഭയത്തോടും വിറയിലോടും ദൈവത്തെ ആരാധിപ്പാൻ ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ. 139 സങ്കീർത്തനം 12 വാക്യത്തിൽ എന്താ വായിക്കുന്നത്? ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല, ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കയില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. ഒരുപോലെ തന്നെ, ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കത്തില്ല. 32 സങ്കീർത്തനം 8 വാക്യം, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു. നമ്മൾ ഇനി എന്ത് ചിന്തിക്കാട്ടെ, കർത്താവിന്റെ ദൃഷ്ടി വെച്ച് നമ്മൾ എന്താണ് അടുത്ത് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് കാണിച്ചു. ഇനി അടുത്തത് വെള്ളോട്ടിന് സദൃശ്യമായ കാൽ. 3 വിഷയങ്ങളാണ് ഇന്ന് പറഞ്ഞു തീർക്കാൻ ആഗ്രഹിക്കുന്നത്. വെള്ളോട്ടിന് സദൃശ്യമായ കാൽ, യേശുക്രിസ്തുവിന്റെ കാല് ഈ ഭൂമി വെച്ചേണ്ട കാല് പോലല്ല. ഇപ്പൊ സഭയുടെ നടുവിൽ നടക്കുമ്പോൾ വെള്ളോട്ടിന് സദൃശ്യമായ കാൽ. ഒന്നിലധികം ലോകങ്ങളുടെ സമ്മിശ്രമാണ് ഈ വെള്ളോട്ട്. ഒന്നിലധികം ലോകങ്ങളുടെ വെള്ളോട് വളരെ ബലവത്തായ ഒരു സാധനമാണ്. കാഴ്ചയിൽ വളരെ ശോഭയുള്ളതാണ്. പൊന്നും വെള്ളിയും ശോഭിക്കുന്ന പോലെ വെള്ളോട്ടിന് ഒരു സൗന്ദര്യമുണ്ട്. കർത്താവിന്റെ കാലെങ്ങനെയാണെന്നറിയാമോ? ഉലയിൽ ചുട്ടുവഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യമായ കാലം. ഉലയിൽ ചുട്ടുവഴിപ്പിച്ച ഈ വെള്ളോട് ഉലയിൽ ചുട്ടുവഴിപ്പിക്കുമ്പോൾ അതിലുള്ള കീടങ്ങളെല്ലാം മാറും. കീടങ്ങൾ ആണ് ഉലയിൽ ചുട്ടുവഴിപ്പിക്കുമ്പോൾ അതിൽ ഉള്ള കീടങ്ങളെല്ലാം ആ തീ കൊണ്ട് നശിച്ചു പോകും. പിന്നെ ആ കീടത്തിൽ നിന്നാണ് ഈ ഉറച്ച, അതേ ഭംഗിയുള്ള, അതിശോഭയുള്ള ഈ വെള്ളോട് വെളിയെ വരുന്നത്. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാല് അതിനോട് സമമായി പറഞ്ഞിരിക്കുകയാണ്. ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശം. അത് വെള്ളോട് ഉലയിൽ ചുട്ടുപഴിപ്പിക്കുമ്പോൾ അത് ശുദ്ധമായി തീരും. നമുക്ക് ആ കാലിനെ കുറിച്ച് ആദ്യം ചിന്തിക്കാം. കർത്താവിന്റെ കാല് ഉലയിൽ ചുട്ടുപഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശം. എത്ര ശുദ്ധമായ ഒരു കാലാണ്! യേശുക്രിസ്തുവിന്റെ പരിശുദ്ധിയാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിനെ അതേ ലോകം ക്രൂശിപ്പാന്റെ കൊണ്ട് ഏൽപ്പിച്ചു. വലിയ പരീക്ഷയിൽ കൂടി, വലിയ പീഡനത്തിൽ കൂടി കടന്നുപോയ ഒരു കർത്താവ്. ആ പീഡനത്തിൽ കൂടി പോയ കർത്താവിന്റെ കാലെങ്ങനെ ഇരിക്കുന്നു? അവന്റെ കാല് എപ്പോഴും പരിശുദ്ധിയുള്ളതാണ്, വിശുദ്ധിയുള്ളതാണ്. അവന്റെ കാല് അരുതാത്ത ഒരു കാര്യത്തിന് വേണ്ടി പോയിട്ടില്ല. ആ പാദപ്പെടുത്തിയിരുന്നാണ് മാർത്തയും മറിയ വേദവചനം പഠിച്ചത്. ആ കാലിന് ചോട്ടിരുന്നാണ് അതേ പട്ടണത്തിലേക്ക് പാവനിയായ സ്ത്രീ കടന്നു വന്ന് അവൾ കണ്ണുനീരുകൊണ്ട് അവളുടെ പാദം നനച്ചു. അതേ തൈലം പൂശി. എന്നിട്ട് എന്താ ചെയ്യുന്നറിയാമോ? അതേ അവൾ താലമ്പടി കൊണ്ട് തോവർത്തി എന്ന് നമ്മൾ വായിക്കുന്നു. ആ വിശുദ്ധമായ കാലിന്റെ പാദമെടുത്തിരുന്ന് എത്രയോ പേർക്ക് അനുഗ്രഹം പ്രാപിപ്പാടിയായിട്ടുണ്ട്. അവന്റെ വിശുദ്ധ പാദത്തെ ചുമ്മനം കൊടുത്തതുകൊണ്ട്, ആ വിശുദ്ധ പാദത്തെ കണ്ണുനീർ കൊണ്ട് നനച്ചതുകൊണ്ട്, തൈലം പൂശിച്ചുകൊണ്ട്, താലമുടി കൊണ്ട് തോർത്തിയ പട്ടണത്തിലേക്ക് ഏറ്റവും പാവനിയായ സ്ത്രീ അവിടെ ശാന്താർത്ഥന് ക്ഷണിച്ച പരീശൻ പറഞ്ഞ വാചകം അറിയാമോ?
ഇവൻ സാക്ഷാൽ മശിയായിരുന്നെങ്കിൽ, ദൈവത്തിന്റെ അടുത്തുനിന്ന് വന്നവനായിരുന്നെങ്കിൽ, ഇവനെ തൊടുന്നവൻ ആരെന്ന് അവൾ ആരെന്ന് ഇവൻ അറിയുമായിരുന്നു. ഹൃദയത്തിൽ പറഞ്ഞോളൂ, അവൾ ആരോടും പറഞ്ഞില്ല, അവൻ മനസ്സിൽ പറയാം. അപ്പൊ ഇവൻ നമ്മൾ വിചാരിച്ചത് പോലെ ആളൊന്നുമല്ല. നമ്മൾ നാളെ ചോദിക്കാം, അത് ഇന്നാണെങ്കിലും ഒരുത്തി വന്ന് കാൽപാദത്തിൽ വീണ് കഴിഞ്ഞാൽ, അത് ഇതുപോലത്തെ ഒരു സ്ത്രീ ആണെങ്കിൽ കണ്ടു നിൽക്കുന്നവരെന്താണ് പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. എന്നാൽ യേശു അവളോട് പറഞ്ഞ വാചകം എന്തറിയാമോ? മകളെ, നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. അപ്പം അയ്യോ, പാപമോചനം കൊടുക്കുന്നവനാർ എന്ന് പറഞ്ഞപ്പോൾ മനുഷ്യപുത്രന് പാപങ്ങളെ മോചിപ്പാൻ കഴിവുണ്ടെന്ന് ലോകം മനസ്സിലാക്കേണ്ടത്. അതേ, അവളെ വിടുവിക്കുന്ന രംഗമാണ് നമുക്ക് അവിടെ കാണുവാൻ തക്ക കഴിയുന്നത്. ഇനി നീ പാപം ചെയ്യരുത്. ദൈവത്തിന് സ്തോത്രം. ഇനി നീ പാപം ചെയ്യരുത്. ദൈവത്തിന്റെ പൈതലെ അവന്റെ പാദമെടുത്ത് കടന്നു വന്നിരുന്ന, പ്രാർത്ഥിച്ച, വചനം പഠിച്ച മാർത്തയും മറിയയും, അവളെ കുറിച്ച് എന്താ കർത്താവ് പറഞ്ഞത്? മറിയ നല്ല അംശം തെരഞ്ഞെടുത്തു. അതാരും അവളോട് അപഹരിക്കുകയില്ല. ആ പാദപ്പെടുത്തിയാണ് കാൽവരിയിൽ 3 ആടുകൾമേൽ അവന്റെ കാല് തുളച്ച് ആണി കയറ്റി വലിയ പീഡ അനുഭവിച്ച നമ്മുടെ കർത്താവ്. ഇന്ന് കർത്താവുണ്ടല്ലോ, ആ പീഡയിൽ കൂടി കടന്നു വന്ന് ആ കാലുകൊണ്ട് സഭയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സഭയിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ കാലിനെ കുറിച്ച് പറയാണ്, അവന്റെ കാൽ ഉലയിൽ ചുട്ടുപിടിപ്പിച്ച വെള്ളോട്ടിന് സദൃശം. ഇപ്പോൾ ന്യായം വിധിക്കുവാൻ തക്കണം, പാപത്തിന് തക്കതായ ന്യായം വിധിക്കുന്ന ഒരു ന്യായാധിപനെ പോലെ കർത്താവ് ഈ സഭയ്ക്കുള്ളിൽ കൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവന്റെ പാദപിടുത്തിൽ നമ്മൾ കടന്നു വരുമ്പോൾ എത്ര ഭയഭക്തിയോടെ കടന്നു വരണം എന്ന് നമ്മൾ ഓർക്കണം. ദൈവത്തിന് സ്തോത്രം. 17-ാം സങ്കീർത്തനം 5-ാമത്തെ വാക്യത്തിൽ എന്താ വായിക്കുന്നത്? വായിച്ചു. എന്റെ നടപ്പ് നിന്റെ ചുവടുകളിൽ തന്നെ ആയിരുന്നു, എന്റെ കാൽ വഴുതിയതുമില്ല. അപ്പൊ നമ്മുടെ നടപ്പ് എങ്ങനെയായിരിക്കണം? നമ്മുടെ കർത്താവ് നടന്നപോലെ നടക്കണം. കർത്താവ് ഈ ഭൂമിയിൽ എങ്ങനെയാ നടന്നത്? അവൻ നടന്നത് പോലെ നമ്മൾ നടക്കണം. 1 യോഹന്നാൻ 2:6 വായിച്ചേ. അവനിൽ വസിക്കുന്നു എന്ന് പറയുന്നവൻ അവൻ നടന്നതുപോലെ നടക്കേണ്ടതാകുന്നു. അവൻ വസിക്കുന്നു എന്ന് പറയുന്നവനുണ്ടല്ലോ, അവൻ നടന്നത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ നടക്കണം. ആ കാല് നമ്മുടെ നടപ്പിനെ ചൂണ്ടിക്കാണിക്കുകയാണ്. കർത്താവ് എങ്ങനെ നടന്നു അതുപോലെ നടക്കണം. തന്റെ ജീവിതത്തിൽ നിങ്ങൾ ആർക്കും എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുവാൻ കഴിയുമെന്ന് ധൈര്യത്തോടെ ചോദിച്ചവനാണ്. നിങ്ങളിൽ ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താൻ കഴിയും? ഒരൊറ്റ കുഞ്ഞിന് അവന്റെ പാപത്തെ കുറിച്ച് നീ ഇന്നത് ചെയ്തെന്ന് പറയാൻ തക്കവണ്ണം ധൈര്യമുണ്ടായില്ല. എന്തൊരു ആക്ഷേപമാണ് കർത്താവ് അനുഭവിച്ചത്. അവൻ ബേൽസുലിന്റെ കൊണ്ടാണ് ഭൂതത്തെ പുറത്താക്കുന്നത്. ഭൂതങ്ങളുടെ തലവനാണ്, വേശ്യാപുത്രനാണ്. യഹൂദന്മാർ വന്ന് അവനോട് പറഞ്ഞ ഒരു വാചകമുണ്ടല്ലോ, അയ്യോ ഭയങ്കര വാചക പറഞ്ഞത്, ഞങ്ങൾ ഞങ്ങളുടെ അപ്പന്റെ മക്കളാണ് എന്ന് പറഞ്ഞാൽ നീ അപ്പന്റെ മകനല്ലെന്ന് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ജന്മം ഞങ്ങൾക്കറിയാം. എന്തൊരു ആക്ഷേപത്തിന്റെ വാക്കുകളാണ് യേശുവിന്റെ മേൽ ഉപയോഗിച്ചത്. എന്നാൽ യേശു ചോദിച്ച ചോദ്യം, നിങ്ങൾ ആർക്ക് എന്റെ പാപത്തെ കുറിച്ച് ബോധം വരുത്താൻ കഴിയും? യേശു നടന്നതുപോലെ നമ്മൾ നടക്കണം. അവനെ കുറിച്ച് എബ്രായർ പറഞ്ഞിരിക്കുക, അവൻ പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, നേരുള്ളവൻ. ദൈവത്തിന് സ്തോത്രം. നമ്മൾ എബ്രായർ 6-ാം അധ്യായം വായിക്കുമ്പോൾ പവിത്രൻ, നിഷ്കളങ്കൻ, നിർദോഷൻ. അവൻ നടന്നതുപോലെ നമ്മൾ നടക്കണം. അവൻ വെണ്മയും ചുവപ്പുള്ളവൻ, 10,000 പേരിൽ അതിശ്രേഷ്ഠൻ. നമ്മുടെ കർത്താവ് ശമരിയിൽ കടന്നു ചെന്നപ്പോൾ അതേ ശിഷ്യന്മാരെ ആകാരം കൊള്ളാൻ പറ്റില്ലേ? അന്നേരം ഒരു സ്ത്രീ വന്നല്ലോ, ശമരിയക്കാരത്തെ സ്ത്രീ വന്നോടെ ചോദിച്ചു, അവൾ വെള്ളം വരാൻ വന്ന സ്ത്രീയെ എനിക്ക് കുടിപ്പാൻ തരണമെന്ന് പറഞ്ഞു. അപ്പൊ അവൾ ചോദിക്കുന്ന വാചകം കണ്ടപ്പോഴേ മനസ്സിലായി ഇവനൊരു പെന്തക്കോസ്തുകാരനാണ്. നീ യഹൂദനായിരിക്കേ എന്നോട് നീ വെള്ളം കുടിപ്പാൻ? ഞാനൊരു ശമരിയക്കാർ സ്ത്രീയാണ്, യഹൂദനും ശമരിയും തമ്മിൽ ബന്ധമില്ല. നീ അത് യഹൂദനായിരിക്കേ നീ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എന്ത്? ദൈവത്തിന് സ്തോത്രം. അപ്പോൾ കർത്താവ് പറഞ്ഞ വാചകം എന്തെന്നറിയാമോ? ഈ വെള്ളം കുടിക്കുന്നതെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്ന ഒരു നാളും ദാഹിക്കുകയില്ല. പറഞ്ഞ അവളുടെ വിധം മാറി. അവൾ പറഞ്ഞ അടുത്ത വിളി എന്താ അറിയാമോ? യജമാനേ. യേശു ക്രിസ്തുവിനെ ഓരോ നിലയിൽ അവൾ കണ്ടുകൊണ്ടിരിക്കുക. ആദ്യമായിട്ട് ഒരു യഹൂദനായിട്ട് മനസ്സിലാക്കി. നമ്മളെ കാണുന്നവർ പെന്തക്കോസ്തുകാരനാണെന്ന് മനസ്സിലാക്കണം. നമ്മൾ വേർപെട്ടവനാണെന്ന് മനസ്സിലാക്കണം. ഈ പെന്തക്കോസ്തുകാരെ കണ്ടാൽ അറിയാമല്ലോ. ഞാൻ വിളിച്ചു കണ്ടാലും പറയും, എന്നെ കണ്ടത് ആൾക്കാർ പറയും ഒരു പാസ്റ്റർ എന്ന് ആരും പറയും. കാരണം ഞാൻ ചുമ്മാതെ ഈ ആവശ്യമില്ലാത്ത യോഗ്യമല്ലാത്ത വസ്ത്രം ഇട്ടുകൊണ്ട് ഞാൻ നടക്കത്തില്ല. എപ്പം നോക്കിയാലും ഒരു വെള്ള ഉടുപ്പൊക്കെ ധരിച്ച് ഒരു ദൈവദാസന്റെ
ഇതിൽ നടക്കുന്ന ഒരു അനുഭവമാണ് എൻ്റെ ജീവിതത്തിൽ. എനിക്ക് അങ്ങനെയുള്ള വേഷത്തോട് വലിയ ഇഷ്ടമാണ്. ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ഡ്രസ്സിലൊക്കെ നടക്കുന്ന പാസ്റ്റർമാരുണ്ട് അമേരിക്കയിൽ. ഞാൻ നമ്മുടെ സഭയിലുള്ള ആൾക്കാരെ ഞാൻ ആണെന്നെല്ലൊക്കെ ഗുണദോഷിച്ചിട്ടുണ്ട്. ആരാധനയ്ക്ക് വരുമ്പോൾ കുട്ടിനിക്കിട്ടോണ്ട് വരും. ഞാൻ ഒരുത്തനെ കൊണ്ട് തിരിച്ചു പോയി വസ്ത്രം മാർപ്പിച്ചൊരു സ്നേഹത്തിലാണ് പറഞ്ഞത്. എൻ്റെ മോനെ വിളിച്ചു കഴിയുമ്പോൾ എൻ്റെ മോനെ നല്ല വിളി കേട്ടാൽ ആരാ പോയിരിക്കുന്നത്? ചിലർക്ക് വലിയ ഷൗട്ട് ചെയ്ത വലിയ അപ്പനെ കൂടി സംസാരിക്കും. അങ്ങനെ സംസാരിക്കുക, എൻ്റെ മോനെ ഒന്ന് വിളിച്ചു നോക്കി. അന്നേരം ആ മോനായിട്ടൊക്കെ തീരും. ആ മാധുരിമേറിയ വാചകം നമ്മൾ കേട്ട് തരും, എൻ്റെ മോനെ ഇങ്ങനെ പറയരുത്. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അത് യേശു ക്രിസ്തുവിനെ കണ്ടപ്പോൾ ഒരു യഹൂദനാണെന്ന് മനസ്സിലായുള്ളത്. യഹൂദൻ. രണ്ടാമത് മനസ്സിലായി, ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്ന ഒരാൾ ദാഹിക്കരുതെന്ന് പറഞ്ഞപ്പോൾ രണ്ടാമത്തെ ആൾ വിളി, യജമാനനേ യജമാനനേ. പ്രൈസ് ദി ലോർഡ്. ഉടനെ എനിക്ക് ആ വെള്ളം കുടിപ്പാൻ തരണം എന്ന് പറഞ്ഞപ്പോൾ നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ടിരുന്നു. ഉടനെ അവള് പറഞ്ഞു പാചറിയോ, എനിക്ക് ഭർത്താവില്ല. അപ്പം കർത്താവ് ഉടനെ പറഞ്ഞു പാചറിയോ, നീ പറഞ്ഞ് ശരിയാടി, നിനക്ക് ഭർത്താവില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. അവള് ഭർത്താവായിട്ട് ഒരുവനെ കണ്ട് ഇങ്ങനെ കൂടെ നടക്കുന്നുണ്ട്, ബോയ് ഫ്രണ്ട് എന്ന് പറഞ്ഞു. 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നുള്ള. ഇപ്പൊ അവരെല്ലാം വിട്ട് വേറൊരുത്തനെ കൊണ്ട് നടക്കുക. ഇപ്പൊ ഉള്ളവരെ ഭർത്താവുമല്ല. ഒയ്യോ, അന്നേരം അവള് പറഞ്ഞു വാചറിയാമോ, നീ ഒരു പ്രവാചകനെന്ന് ഞാൻ കാണുന്നു. ഒന്ന് യഹൂദനായി കണ്ടു, 2 യജമാനായി കണ്ടു, 3 പ്രവാചകനായി കണ്ടു. ഉടനെ അവള് പറഞ്ഞു, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധിക്കുന്നു. സ്ത്രീയെ, ഈ മലയിലുമല്ല ആ മലയിലുമല്ല, കർത്താവിനെ ആത്മാവിലും സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത്. അവൾ പറഞ്ഞു, ഞങ്ങൾ മസിയ വരുമെന്ന് വിശ്വസിച്ച് കാത്തിരിക്കുന്നവരാ. സ്ത്രീയെ, നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെ മസിയ. 4ാമത് മസിയ എന്ന് മനസ്സിലായി. ഒരു ഭക്തന്റെ വർത്താനം കേൾക്കും, ഇതുപോലെ വരണം. അതാ പറഞ്ഞു, യേശു നടന്നുപോലെ നടക്കണം. ചില ആൾക്കാരുണ്ട്, ഒറ്റ ചെടിയും കളിവാക്കും പറഞ്ഞ് വീട്ടിൽ പോയി കുത്തിയിരിക്കും. പ്രാർത്ഥിക്കാൻ ചെല്ലുന്ന അവിടെ ചെന്നിട്ട്, അയ്യോ ഇന്ന് എന്നാ പൊറോട്ടയാണോ ഉണ്ടാക്കിയത്? അതെ, എന്നാണ്ട് കൂട്ടാൻ, അത് പൊറോട്ടയ്ക്ക് ആടിന്റെ ഇറച്ചിയുണ്ട്, എന്നാ കൊണ്ടുപോവാ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒട്ടച്ചില്ലും കളിവാക്കും പറഞ്ഞ് ആ നിലയിൽ പോകുവാനല്ല നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത്. യേശു എവിടെയെങ്കിലും ചെന്ന് പൊട്ടച്ചില്ലും കളിവാക്കും പറഞ്ഞിട്ടുണ്ട്. ആലോചിച്ച് ഇന്നാളൊരു അമ്മ പറഞ്ഞു, യേശു തിരിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടില്ലെന്ന്. അമ്മ പറഞ്ഞു, ശരിയാ, യേശു തിരിച്ചു എന്ന് പറഞ്ഞ് അമ്മ പറഞ്ഞത്. എനിക്ക് അമ്മമാരുടെ വർത്താനം കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അതുപോലെ പ്രായമുള്ള അപ്പച്ചന്മാരുടെ വർത്താനം കേൾക്കാൻ അതിലും ഇഷ്ടമാണ്. യേശു തിരിച്ചൊന്നും കണ്ടല്ലോ. യേശു കരഞ്ഞു, യെരൂശലേമിനെ നോക്കി കരഞ്ഞു, ക്രൂശിൽ കിടന്ന് കരഞ്ഞു. യേശുവിന്റെ സംസാരം ശമരിയക്കാർക്ക് സ്ത്രീക്ക് വ്യത്യാസം വരുത്തി. ഒന്ന്, യേശുവിന്റെ സംസാരം കേട്ടപ്പോൾ, യേശുവിനെ കണ്ടപ്പോൾ ഒരു യഹൂദനാണെന്ന് മനസ്സിലായി, സംസാരം കേട്ട. രണ്ടാമത്, യേശുവിനെ വിളിക്കുന്ന യജമാനൻ, അവന്റെ യജമാനായി മാറി. 3, ഒരു പ്രവാചകൻ. 4, മസിഹ. ആ സംസാരം വന്നപ്പോൾ അവൾ ഒരു പെന്തക്കോസ്തുകാരി, അവൾ ഓടി. അവളുടെ വീട്ടിൽ ചെന്ന് എല്ലാവരും, നാട്ടുകാരെല്ലാം വിളിച്ചോണ്ട്, ഞാൻ മസിഹയെ കണ്ടു. ശിഷ്യന്മാർ വന്നപ്പം യേശു ഒരു സ്ത്രീയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേ അവർക്ക് ഒരു ചെറിയ ഡൗട്ട്, ഇതെന്നെ പരിപാടിയാണ് പറയൂ. എന്നാൽ അവർ ഒന്നും ചോദിക്കാൻ വേണ്ടിയില്ല. നിങ്ങളെ ഭാഗം വായിക്കണം, യോഹന്നാൻ 4-ാം വാക്യം. അവനോടൊന്നും മിണ്ടാൻ തക്കണം അവർക്ക് തോന്നിയില്ല. ഒരു സ്ത്രീയായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ആ സ്ത്രീ ശമരിയപ്പുറത്തുള്ള ആൾക്കാരെല്ലാം വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാരുടെ ഭാവം മാറി. ദൈവത്തിന്റെ പൈതലേ, യേശു നടന്നതുപോലെ നമ്മൾ നടക്കാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 1 യോഹന്നാൻ 3:3 വായിച്ച നാളെ, അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ തന്നെ നിർമ്മലീകരിക്കുന്നു. അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ, എനിക്ക് ആ വാക്ക് വലിയ ഇഷ്ടമാട്ടോ. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ വിശുദ്ധീകരിക്കുന്നു. വെള്ളോട്ട് സദൃശമായ കാൽ. യേശു നിർമ്മലൻ, പവിത്രൻ. ആ 1 മുതൽ വാക്യം കാണുന്ന ദൈവമക്കൾ വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു. അങ്ങനെ തന്നെ നാം ആകുന്നു. പ്രിയമുള്ളവരെ, നാം ദൈവമക്കളാകുന്നു. നാം ഇന്നതാകുന്നു, ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താണ്ടിക്കും പോലെ കാണുന്നാകട്ടെ, അവനോട് സദൃശ്യന്മാരാകും എന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. നമുക്കൊരു നിർമ്മലീകരണം ആവശ്യമാണ്. യേശുവിന്റെ കാൽ
ആ പാദപീഠത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. സ്വർഗം അവന്റെ സിംഹാസനമാണ്, ഭൂമി അവന്റെ പാദപീഠമാണ്. ആ പാദപീഠത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. യേശുവിന്റെ കാൽ, അതേ അതിശോഭയുള്ള കാൽ, പരിശുദ്ധമായ കാൽ, ആ പാദത്തിന്റെ ചുവട്ടിൽ നിന്ന് അല്പസമയം ഇരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഇരിക്കുന്ന കർത്താവിന്റെ പാദത്തിന്റെ ചുവട്ടിലാണ് എന്ന് നമ്മൾ ഓർക്കണം. അടുത്ത ഒരു വിഷയം കൂടെ പറഞ്ഞ് 3-4 മിനിറ്റ് കൂടെ എന്താ അടുത്തത് എന്താണെന്നറിയാമോ? വായിച്ചേ. കേട്ടോ, കാലുകളുടെ പ്രത്യേകതയെ കുറിച്ച് കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. ഈ കാല് കടലിന്മേൽ നടന്ന കാലാണ്. ഗസന മുതൽ കാൽവരി വരെ നടന്ന കാലാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം വായിച്ചേ. നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തുട തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ഇത് ബൈബിളിലെ 1-ാമത്തെ വാക്തത്വമാണ്, 1-ാമത്തെ പ്രവചനമാണ്. സ്ത്രീയുടെ സന്തതിയായി ഒരുവൻ കടന്നു വരുമെന്നുള്ളത് 1-ാമത്തെ പ്രവചനമാണ്. അവിടെ വായിക്കുന്നു, അതേ സാത്താനെ ചോദ്യം ചെയ്തപ്പോൾ സാത്താൻ കൊടുക്കും ശിക്ഷ, ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല കയർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. കാൽവരിയിൽ സാത്താൻ ചെയ്തത് യേശു ക്രിസ്തുവിന്റെ മരണത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് ആ പീഡനയെ കുറിച്ചാണ് കുതികാൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കാൽവരിയിൽ കർത്താവായ യേശു ക്രിസ്തു സാത്താന്റെ തലയെ തകർത്തു. നമ്മുടെ കർത്താവ് കാൽവരിയിൽ പീഡിപ്പിക്കപ്പെട്ട് മരിച്ചതിനാൽ എന്തിനു പീഡിപ്പിക്കപ്പെട്ടു? നമുക്ക് വേണ്ടി അതേ പീഡിപ്പിക്കപ്പെട്ടു. ഈ കാലിനെ കുറിച്ച് യശയ്യാപ്രവചനം 63:3 പറയുന്നത് വായിച്ചു. ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി, ജാതികളിൽ ആരും എന്നോട് കൂടെ ഉണ്ടായിരുന്നില്ല. എന്റെ കോപത്തിൽ ഞാൻ അവരെ ചവിട്ടി, എന്റെ ക്രോധത്തിൽ അവരെ മെതിച്ചു കളഞ്ഞു. അവരുടെ രക്തം എന്റെ വസ്ത്രത്തിൽ തെറിച്ചു, എന്റെ ഉടുപ്പൊക്കെയും മലിനമായിരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ അതേ കാൽവരി ക്രൂശിലെ മരണത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ ഏകനായി മുന്തിരിച്ചക്ക് ചവിട്ടി. കർത്താവ് ഗെത്സമനത്തോട്ടിൽ പറഞ്ഞല്ലോ, കഴിയുമെങ്കിൽ ഈ പാനപാത്രങ്ങൾ നീക്കണമേ. ആ പ്രാർത്ഥന പലപ്പോഴും പലരും തെറ്റായി ധരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറഞ്ഞു ഒരു വിശദീകരണം, ഒരു വാക്ക് പറഞ്ഞിട്ട് ഞാൻ പോവാം. ലൂക്കോസിന്റെ സുവിശേഷത്തിലാണ് ആ 22-ാം അധ്യായത്തിൽ വായിക്കുമ്പോഴാണ് അത് വ്യക്തമായി നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഗെത്സമനത്തോട്ടത്തിൽ, ഒലിവുകളുടെ അടുത്തുള്ള ഗെത്സമനത്തോട്ടത്തിൽ യേശു ശിഷ്യന്മാരുമായി പ്രാർത്ഥിക്കാൻ പോയി. പലപ്പോഴും പ്രാർത്ഥിക്കാൻ പോയിട്ടുണ്ട്. പ്രാർത്ഥിക്കാൻ പോയ സന്ദർഭത്തിൽ തന്റെ ശിഷ്യന്റെ ഇടത്തിൽ പത്രോസിനെ, യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി മുൻപോട്ട് പോയി. അവിടുന്ന് ഒരു നാഴിക മുൻപോട്ട് പോയി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ഏകനായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അതിനെക്കുറിച്ച് എബ്രായലേഖനം 5-ാം അധ്യായം 9-ാമത്തെ വാക്യത്തിൽ ആ പ്രാർത്ഥന ഉച്ചത്തിലുള്ള പ്രാർത്ഥനയായിരുന്നു എഴുതിക്കുന്നത്. അത്യുച്ച നിലവിളിയോടുകൂടെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ് എബ്രായലേഖനം 5-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ എഴുതിക്കുന്നത്. ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ ഗെത്സമനത്തോർത്ത് വെച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന, ആ പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരം നൽകി. എന്താ ഉത്തരം നൽകി? എന്താ പ്രാർത്ഥിച്ചത്? പത്രോസും യാക്കോബും യോഹന്നാനും ഒഴിച്ച് ബാക്കി ശിഷ്യന്മാർ അപ്പുറം നിൽക്കുന്നു. അത് സമാഗമന കൂടാരത്തോട് നമുക്ക് ബന്ധപ്പെടുത്താം. ആദ്യത്തത് പ്രാകാരം. പത്രോസിനെ, യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടി മുൻപോട്ട് പോയി വിശുദ്ധ സ്ഥലം. കർത്താവായ യേശു ക്രിസ്തു ഒരു നാഴികൂടെ മുൻപോട്ട് പോയി, ഒരു പടി കൂടെ മുൻപോട്ട് പോയി അതിപരിശുദ്ധ സ്ഥലം. അവിടെ താൻ ഒറ്റയ്ക്കാണ് ഈ മുന്തിരിച്ചക്ക ചവിട്ടി. എന്താണ് അവിടെ സംഭവിച്ചതെന്നറിയാമോ? യേശു ക്രിസ്തുവിന്റെ കാൽവരി ക്രൂശിലെ മരണം നടക്കാതിരിക്കാൻ തക്കണം സാത്താനും കൂട്ടി പ്രവർത്തിച്ചു. ആ പ്രവർത്തനം വേദോസിൽ പല ഭാഗത്തും കാണാൻ തക്കണം കഴിയുന്നുണ്ട്. യേശുവിനെ എനിക്ക് സാത്താൻ എന്ന് പറഞ്ഞു, വീണെന്നെ നമസ്കരിക്കാൻ ഇതെല്ലാം തന്നേക്കാം, വീണെന്നെ നമസ്കരിക്കാൻ, നീ ക്രൂശിൽ മരണം എടുക്കണ്ടെന്ന്. യേശു ക്രൂശിൽ മരിക്കാനാ വന്നെന്ന് സാത്താൻ മനസ്സിലായി. അത് നടക്കാതിരിപ്പാൻ തക്കണം സാത്താൻ പ്രവർത്തിച്ച അനേക സംഭവങ്ങളുണ്ട്. ജനിച്ചപ്പോൾ തന്നെ യേശുവിനെ ഒടുക്കിക്കളയാൻ ആഗ്രഹിച്ചതാണ്. അത് ആ വിദ്വാൻമാരോട്, അത് യോസേഫിനോട് മറിയോടും മത്സരമില്ലാതെ പറഞ്ഞു, നിങ്ങൾ മടങ്ങിപ്പോക്കോ, ശിശുവിന് പ്രാണഹാനി വരുത്താൻ നോക്കിയവർ കഴിഞ്ഞുപോയി എന്നാ വായിക്കുന്നത്. എനിക്കത് വിവരിപ്പാൻ സമയമില്ല. മത്തായി സുവിശേഷം 2-ാം അധ്യായത്തിലുണ്ട്, യേശുവിന് പ്രാണഹാനി വരുത്താൻ നോക്കിയവർ കഴിഞ്ഞുപോയി. യേശുവിനൊന്നും സംഭവിച്ചില്ല. നമ്മളെ ഉപദ്രവിക്കാൻ നോക്കുന്നവർ കഴിഞ്ഞു പോകത്തേ ഉള്ളൂ. ദൈവത്തിന്റെ പൈതൽ നിനക്കൊന്നും വരത്തില്ല, നിന്നെ കാക്കുന്ന ഒരുത്തനുണ്ട്. അങ്ങനെ യേശുവിന്റെ ജനനം മുതൽ കൊന്നുകളവാൻ തക്കണം ശ്രമിച്ചു. ദൈവത്തിന്റെ ആലയത്തിൽ ചെന്നപ്പോൾ തല കീഴായി മറിച്ചിടാൻ തക്കണം ഭാവിച്ചു. തല കീഴായി മറിച്ചിട്ട് കൊല്ലാൻ തക്കണം ഒരു പ്ലാൻ ചെയ്തു. സാത്താന്റെ പ്ലാന. ഗലീലക്കടലിൽ പടയിൽ യാത്ര ചെയ്തപ്പോൾ കൊടുങ്കാറ്റടിച്ച് അവിടെ വെച്ച് ഓടിക്കാൻ തക്കണം പ്ലാൻ ചെയ്തു. യേശുവിനെ ആ ഉറക്കത്തിൽ തന്നെ തകർക്കാൻ തക്കണം ആഗ്രഹിച്ചു. കാരണം കാൽവരി ക്രൂശിലെ മരണം നടക്കരുത്.
അതിനുവേണ്ടി കാലുക്കുസിൻ മരണം നടന്നു കഴിഞ്ഞാൽ മാനവജാതി ഒരു രക്ഷ നടക്കും. ആദാമ്യ വർഗം മോചിക്കപ്പെടും പാപത്തിൽ നിന്ന്. ആദാമ്യ വർഗത്തിന്റെ അതിലായിരുന്ന ഭൂമിയും മോചിക്കപ്പെടും. സ്വർഗത്തിനും ഭൂമിയിലും, സ്വർഗവും ഭൂമിയും പിന്നെ ഒന്നായി തീരും. അതല്ലേ എഫെസ്യരിലെ 1 വായിക്കുന്നത്, സ്വർഗത്തെയും ഭൂമിയെയും പിന്നെയും ഒന്നാക്കേണ്ടതിന് യേശു അതിനാണ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അത് നടക്കാതിരിപ്പാൻ തക്കമാണ് സാത്താൻ പ്രവർത്തിച്ചത്. അവിടെ വായിക്കുന്നത് ഗേസമനാത്തോട്ടത്തിൽ മുൻപോട്ട് പോയി പ്രാർത്ഥിച്ചപ്പോൾ തനിയെ അവിടെ ആർക്കും ചെല്ലാനൊക്കത്തില്ല. നമ്മുടെ ജീവിതത്തിൽ ഓരോ ഭാഗം വരെ നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയുടെ അരികിൽ നമുക്ക് സൂക്ഷിപ്പാൻ കഴിയും. എന്നാൽ അതിവേദനയിലായി നാം വായിക്കുന്നത്, അതിവേദനയിലായി യേശു, അതിവേദനയിലായി രക്തം വേർപ്പ് തുള്ളിലായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. രക്തമാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ജീവൻ ഇറങ്ങിയിരിക്കുന്നത് രക്തത്തിലാണ്. യേശുവിനെ അവിടെ വെച്ച് തന്നെ ഒടുക്കിക്കളവാൻ സാത്താനും കൂട്ടിനും ശ്രമിക്കുകയാണ്. യേശു ദൈവമാണ്, ദൈവത്തിന്റെ പുത്രനാണ്, എന്നാൽ താൻ മനുഷ്യൻ കൂടാണ്, മനുഷ്യപുത്രനാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ തന്റെ ശരീരത്തൂടെ രക്തം വേർപ്പാട്ടിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് കർത്താവ് അതിവേദനയോടെ പ്രാർത്ഥിച്ചു, അതിവേദനയോടെ, പിതാവേ ഈ പാനപാത്രം നീക്കണമേ. ഈ മരണം ഇപ്പോൾ എന്റെ മരണം ഇവിടെ നടക്കുകയാണെങ്കിൽ ക്രൂശിലെ മരണം നടക്കത്തില്ല. അതാണ് പ്രാർത്ഥിച്ചത്. അത് എനിക്ക് ക്രൂശിലെ മരണം മാറ്റണം എന്നല്ല പ്രാർത്ഥിച്ചത്. യേശു പറഞ്ഞല്ലേ, ഞാൻ മരിപ്പാനാണ് വന്നത്, എന്നെ പിതാവ് അയച്ച ദൗത്യം നിറവേറ്റാണ് വന്നത്, പിന്നെ അത് മാറ്റണമെന്ന് കർത്താവ് പ്രാർത്ഥിക്കൂ. അതല്ല അവിടെ സംഭവിച്ചത്. അവന്റെ പ്രാണൻ, അവന്റെ ശരീരം പ്രാണവേദനയിലായിരുന്ന സാത്താനും കൂട്ടി ഒടുക്കിക്കളവാൻ തക്കാൻ ശ്രമിച്ചു. അപ്പം ഈ മരണം ഇവിടെ വെച്ച് നടക്കരുത്, ഇത് മാറ്റണം എന്നാണ് കർത്താവ് പ്രാർത്ഥിച്ചത്. ഉറച്ച നിലവിളിയോടെ പ്രാർത്ഥിച്ചു. അതാണ് എബ്രായർ 5 വായിക്കുന്നത്. ഉറച്ച നിലവിളിയോടെ, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ ഉത്തരം ലഭിച്ചു. ഉടൻ ദൂതൻ കടന്നു വന്നു. അവിടെ ഇരിക്കുന്നത് ദൂതൻ വന്ന് ആ മരണത്തിൽ നിന്ന് സാത്താനെ കൂട്ടി ഓടുന്നു, ഓടിച്ചു. ക്രൈസ്തവോ ഇപ്പൊ പൂർണ്ണ മനുഷ്യൻ എന്നുള്ള നിലയിൽ വേദന അനുഭവിക്കുകയാണ്. ആ പ്രാർത്ഥനയ്ക്ക് മറുപടി അതിശ്രദ്ധയോടെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ ആത്മാർത്ഥത്തോടെ പ്രാർത്ഥിച്ചെന്ന അതിന്റെ അർത്ഥം. ആത്മാർത്ഥത ആർക്ക് വേണ്ടി? നമുക്ക് വേണ്ടി. നമ്മുടെ കർത്താവ് കാലൂറി മരിച്ചപ്പോൾ സാത്താന്റെ കൂട്ടരുടെ തല തകർത്തു. അതാണ് 33:15 വായിക്കുന്നത്. അവൻ നിന്റെ തല തകർക്കും, തകർത്തു. ദൈവത്തിന് സ്തോത്രം. സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. നമുക്ക് 2 വാക്യം വായിച്ചിട്ട് ഇന്നത്തെ ആ ഭാഗം നിർത്താം. വെളിപ്പാട് 19:15 വായിച്ചേ. ജാതികളെ വെട്ടുവാൻ അവന്റെ വായിൽ നിന്ന് മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു. അവൻ ഇരുമ്പുകൾ കൊണ്ട് അവരെ മേയിക്കും. സർവശക്തിയുള്ള ദൈവത്തിന്റെ കോപവും ക്രോധവുമായ മദ്യത്തിന്റെ ചക്ക് അവൻ മരിക്കുന്നു. ഭാവി നടക്കാൻ പോകുന്ന ജാതികളുടെ മേലുള്ള ന്യായവിധിയെ കുറിച്ചാണ്, സാത്താന്റെ കൂട്ടരുടെ മേലുള്ള ന്യായവിധിയെ കുറിച്ചാണ് അവിടെ വായിക്കുന്നത്. ആ 8-ാം സംഖ്യത്തിന്റെ 6-ാമത്തെ വാക്യം വെച്ച് അവന്റെ കാലിന്റെ പ്രത്യേകത 8:6. നിന്റെ കൈകളുടെ പ്രവർത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി, സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. സകലത്തെയും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. 1-15-25 വാക്യം വായിച്ചു കൊടുക്കുക. കേൾക്കാൻ മേലെ റോസമ്മേ മ്യൂട്ടെ കിടക്കുക. അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളോ വാഴേണ്ടതാകുന്നു. സകല ശത്രുക്കളെ കാൽ കീഴാക്കുന്നു. എഫെസ്യർ 1:22 വായിക്കേ. എഫെസ്യർ 1:22 ഇല്ല. സർവവും അവന്റെ കാൽ കീഴാക്കി വെച്ച് അവനെ സർവത്തിനു മീതെ തലയാക്കി എല്ലാറ്റിലും നിറയ്ക്കുന്നവന്റെ നിറവായിരിക്കുന്ന അവന്റെ ശരീരമായ സഭയ്ക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. എബ്രായർ 2:8. സകലവും അവന്റെ നീ അവനെ അധിപതിയാക്കി, സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. സകലവും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. സകലവും അവന്റെ കർത്താവിന്റെ കാലുകളിലെ മരണം കൊണ്ട് സകലവും അവന്റെ കാൽ കീഴാക്കി. ഒലിവുമലയുടെ മുകളിൽ നിന്ന് അപ്പോസ്തലപ്രവൃത്തി 1-ാമത്തെ വാക്യപ്പം അവന്റെ കാല് പറഞ്ഞ് സ്വർഗത്തിലേക്ക് പോയി. എന്നാൽ സക്കറിയ പ്രവചനം 14:4 നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, അവന്റെ കാല് ഒലിവുമലമേൽ നിൽക്കും. അവന്റെ കാലിന്റെ പ്രത്യേകതയാണ്. ഒലിവുമലയുടെ മുകളിൽ നിന്ന് കാല് പറഞ്ഞ് സ്വർഗത്തിലേക്ക് പോയ അതേ കാല് ഒരു ദിവസം ഒലിവുമലയിൽ നിൽക്കും, ഒലിവുമല 2ആയി പിളരുമെന്ന് സക്കറിയ പ്രവചനം 14-ാം അധ്യായത്തിൽ വായിക്കുന്നു. അവന്റെ കാല് എത്ര മനോഹരം, അവന്റെ കാലെത്ര മനോഹരം, അവന്റെ പാദപ്പെടുത്തിയിരിക്കുന്ന എത്ര ആശ്വാസമാണ്. ഒരല്പസമയം ദൈവത്തിന്റെ സന്നിധിയിൽ പാദപ്പെടുത്തിയിരിക്കുമ്പോൾ ദൈവത്തിന്റെ വഴിയിൽ ചിലർക്ക് സമയമില്ല ഇരിക്കാൻ. സമയമില്ലാത്തവരെ ഇരുത്താൻ ദൈവം സംഘടന. അതുകൊണ്ട് അങ്ങനെയുള്ള അനുഭവം വരുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പാദപ്പെടുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു പോകണം. അവന്റെ കാലെത്ര മനോഹരം.